എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ മാസം ചർച്ച ചെയ്ത വിഷയം ഓർമ്മയിലുണ്ടോ? എന്തായിരുന്നു അത്? കഴിഞ്ഞ വർഷം ചർച്ച ചെയ്തത്? കഴിഞ്ഞ മാസം ഓർക്കുന്നില്ല. ദമ്പതികളുടെ വഴക്കിനെ സംബന്ധിച്ചാണ്. വഴക്കിനെ ആരോഗ്യകരമായ സംബന്ധിച്ചാണ്. വഴക്ക് ആരോഗ്യകരമായ വഴക്ക് നമ്മളിങ്ങനെ ചർച്ച ചെയ്ത വിഷയത്തിന്റെ അവസാനേ ഒരു ആക്ഷൻ നമ്മൾ നിശ്ചയിച്ച് ആ ആക്ഷൻ നമ്മൾ ആ മാസം പ്രാവർത്തികമാക്കുമ്പോഴാണ് നമ്മൾ വളരുള്ളൂ. നമ്മളൊരു സെഷൻ അറ്റൻഡ് ചെയ്തതുകൊണ്ട് മാത്രം അങ്ങനെ വളരില്ല, പക്ഷെ അതിനൊരു ആഫ്റ്റർ ഇഫക്റ്റ് വേണം. സോ എവരി സെഷൻ കഴിയുമ്പോൾ നമുക്കൊരു ആക്ഷൻ ഉണ്ടാവണം. ആ ആക്ഷൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഫലം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് വിവാഹിതരുടെ വിശുദ്ധി പ്രാപിക്കാനുള്ള വഴികളെ കുറിച്ചാണ്. വിവാഹിതരുടെ വിശുദ്ധിയുടെ ഉറവിടം എവിടെയാണ്, എന്താണ്, അവരനുഭവിക്കുന്ന ത്യാഗങ്ങളാണോ എന്നതാണ് ചോദ്യം. ഈ ശരിക്കും കല്യാണം കഴിച്ചാൽ വിശുദ്ധരാവോ? നിങ്ങളുടെ അനുഭവം എങ്ങനെയാ? നിങ്ങൾ കല്യാണം കഴിച്ചതിന് ശേഷം നിങ്ങളുടെ സ്വഭാവം നന്നായി വരാണോ മോശമായി വരാണോ? നന്നായി വന്നു. നന്നായി വരാണെന്നാണ് പറയുന്നത്. എന്താ ഇദ്ദേഹത്തിന്റെ പേര്? സഞ്ജിത്ത് അല്ലെ? സ്വഭാവം നന്നായി വരാണല്ലേ? കല്യാണം കഴിയുന്നത് ഈ സ്വഭാവം നന്നായി വരും. ഈ വിശുദ്ധി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. വിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യഥാർത്ഥത്തില് നമ്മളിലുള്ള നന്മയുടെ പൂർണ്ണതയ്ക്കാണ് നമ്മൾ വിശുദ്ധി എന്ന് വിളിക്കുന്നത്. ഹോളിനെസ്. നമ്മളെല്ലാവരെയും ദൈവം സൃഷ്ടിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ദൈവം സൃഷ്ടിച്ചപ്പോ നമ്മളെല്ലാവരും നന്മയുള്ളവരാണ്. ആ നന്മയുടെ പൂർണ്ണത നമ്മുടെ തെരഞ്ഞെടുപ്പുകളിലൂടെയാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഓരോ ദിവസവും നമ്മൾ ഒത്തിരിയേറെ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നുണ്ട്. ചോയ്സസ്, ഔട്ട് ഓഫ് ഹ്യൂമൻ ഫ്രീഡം അല്ലെ? ഏദൻ തോട്ടത്തില് ദൈവം ആദത്തെയും ഹവ്വയെയും ആക്കിയിട്ട് അവരോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഇവിടെ ഉള്ള എല്ലാ സമൃദ്ധിയും ആസ്വദിക്കണം, എന്നാൽ അവിടെ നിൽക്കുന്ന ഒരു മരത്തിന്റെ ഫലം നിങ്ങൾ കഴിക്കരുത്. അങ്ങനെ ഒരു നിർദ്ദേശം നൽകുന്നത് വഴി ദൈവം മനുഷ്യന്റെ മുമ്പിൽ വെക്കുന്നത് ഡിറ്റർമിനേഷനുള്ള ഒരു പോസിബിലിറ്റിയാണ്. ഡിറ്റർമിനേഷൻ ഇൻ ദ സെൻസ് ദാറ്റ് യു ക്യാൻ ചൂസ്. ദൈവം ആ മരത്തിന് ചുറ്റും വേലിയൊന്നും കെട്ടിവെച്ചില്ല. ആ മരത്തിന്റെ അടുത്തേക്ക് വരുമ്പോൾ ഷോക്ക് അടിക്കുന്ന വിധത്തിലൊന്നും ക്രമീകരിച്ചില്ല. ബട്ട് ദാറ്റ് ഈസ് യുവർ ചോയ്സ്. മനുഷ്യന്റെ തീരുമാനമാണ്. മനുഷ്യന് തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നിന്റെ മുൻപില് നന്മയും തിന്മയും വെച്ചിട്ടുണ്ട്. ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് നന്മയാണ്. തിന്മ നന്മയുടെ ആബ്സെൻസ് ആണ്. പക്ഷെ നിനക്ക് അത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അപ്പൊ ആ ചോയ്സ് അനുസരിച്ചിട്ട് നീ ഒന്നുകിൽ ജീവനിലേക്ക് വരും, അല്ലെങ്കിൽ മരണത്തിലേക്ക്. ഇറ്റ് ഈസ് യുവർ ചോയ്സ്. ദൈവം തന്നെ സൃഷ്ടിച്ചു. ശരിക്കും ദൈവം ആഗ്രഹിക്കുന്നത് നീ നന്മ ചെയ്ത് ദൈവവുമായിട്ട് ഐക്യപ്പെട്ടിരിക്കണം എന്നുള്ളത്, ദൈവവുമായിട്ടുള്ള നല്ലൊരു അഭേദ്യമായ ബന്ധത്തിലേക്ക് വരണം എന്നുള്ളത്. അതാണ് ശരിക്കും വിശുദ്ധി എന്ന് പറയുന്നത്. വിശുദ്ധനാവാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് പറയും? വിശുദ്ധനാവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് യഥാർത്ഥത്തിൽ ദൈവവുമായിട്ട് അഭേദ്യമായ ഒരു ഐക്യത്തിലേക്ക് വരാം, ആ ആനന്ദത്തിലേക്ക് വരാണ്. ഇപ്പൊ നമ്മുടെ അൽഫോൻസാമ്മ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന വിശുദ്ധര്, അവരുടെ ജീവിതം വഴി, ജീവിതം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അനുദിന തെരഞ്ഞെടുപ്പ് വഴി ദൈവവുമായിട്ട് അഭേദ്യമായ ഐക്യത്തിലേക്ക് വരിക. യഥാർത്ഥത്തിൽ വിവാഹിതർ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്രകാരമുള്ള ഒരു ഐക്യത്തിലേക്കാണ്. നിങ്ങൾക്കറിയാലോ, നമ്മുടെ സഭയില് കല്യാണം കഴിച്ച വിശുദ്ധര് വളരെ കുറവാണ്. ഈ ബ്രഹ്മചാരികളായ വിശുദ്ധരാണ് കൂടുതൽ. നിങ്ങൾക്ക് അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഉണ്ടല്ലോ അല്ലേ? നിങ്ങളുടെ ഈ പള്ളിയിലൊക്കെ ഇരിക്കുന്ന വിശുദ്ധര് ഭൂരിഭാഗം പേരും ബ്രഹ്മചാരികളാണ്. നിങ്ങളെ പോലെ വിവാഹ ജീവിതം നയിച്ചവര് വളരെ വളരെ വിരലിൽ എണ്ണാവുന്നവരെ വിശുദ്ധരായിട്ടുള്ളൂ. അവര് വിശുദ്ധരായി കിടന്ന് വിവാഹ ജീവിതം നയിച്ചുകൊണ്ട് അല്ലാത്ത പലരും വിശുദ്ധരായത്. കല്യാണം കഴിച്ചത് കൊണ്ട്, വിവാഹ ജീവിതം നയിച്ചത് കൊണ്ട് വിശുദ്ധരായവർ വളരെ കുറച്ചു പേരേ ഉള്ളൂ.
ഇപ്പൊ ഈയിടെ അങ്ങനെ വിശുദ്ധ ഒരു പദവിയിലേക്ക് വന്നതാണ് വിശുദ്ധ ലൂയിസ് എലി ദമ്പതിമാർ. അവര് ശരിക്കും കല്യാണം കഴിച്ചത് കൊണ്ടാണ് വിശുദ്ധരായത്. കല്യാണം കഴിച്ച് ദൈവം തന്ന ജീവിതത്തെ മനോഹരമാക്കി കെട്ടിപ്പടുത്തത് കൊണ്ടാണ് അവര് വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചത്. പക്ഷെ അങ്ങനെ വിവാഹിതരായതുകൊണ്ട്, വിവാഹത്തിലൂടെ സ്നേഹം പങ്കിട്ടത് കൊണ്ട് വിശുദ്ധിയിലേക്ക് കടന്നു വന്നവര്, കടന്നു വന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്ലെയർ ചെയ്യപ്പെട്ടവര് വളരെ വളരെ ചുരുക്കമാണ്. കാരണം വിവാഹത്തിലെ സ്നേഹം, വിവാഹത്തിലെ പങ്കുവെക്കല്, അതിലൂടെയൊക്കെ വിശുദ്ധി പ്രാപിക്കാൻ കഴിയുമെന്ന ആശയം അത്രയ്ക്ക് സഭയിൽ പ്രാധാന്യം നേടിയിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ക്രിസ്തുവിന്റെ ശേഷം അപ്പോസ്തലന്മാരുടെ കാലത്ത് തുടങ്ങി നമുക്ക് ഈ മതപീഡനം എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. മതപീഡനം, വിശ്വാസത്തിന്റെ പേരില് മർദ്ദിക്കപ്പെട്ടു. അപ്പോ രക്തസാക്ഷിത്വം വരിക്കുക. രക്തസാക്ഷിത്വം വരിക്കുമ്പോഴാണ് വിശുദ്ധി പ്രാപിക്കുന്നത് എന്നൊരു ചിന്ത അന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്കറിയാം 4-ാം നൂറ്റാണ്ടായി കഴിഞ്ഞപ്പോ റോമൻ എംപറർ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഈ മതമർദ്ദനം അവസാനിപ്പിച്ചു. അതായത് ക്രിസ്ത്യാനിറ്റിയെ ഔദ്യോഗിക മതമായിട്ട് പ്രഖ്യാപിച്ചു റോമൻ എംപയറിനെ. അപ്പൊ പിന്നെ മതമർദ്ദനം ഇല്ല. അപ്പൊ ഇനി മതമർദ്ദനം ഇല്ലെങ്കിൽ രക്തസാക്ഷിത്വം ഇല്ല. രക്തസാക്ഷിത്വം ഇല്ലാതെ പിന്നെ എങ്ങനെ വിശുദ്ധരാവും എന്നൊരു ചിന്ത അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആൾക്കാർ കണ്ടെത്തിയ മാർഗം എന്താണെന്ന് അറിയുമോ? പിന്നെ വിശുദ്ധരാവാനുള്ള മാർഗം എന്ന് പറയുന്നത് ബ്രഹ്മചര്യം ജീവിതം നയിക്കുക എന്നുള്ളതാണ്. എല്ലാത്തിനോടും വിരക്തി പുലർത്തുക എന്നുള്ളതാണ്. അതിന് പറയുന്ന പേരാണ് വൈറ്റ് മാർട്ടിഡം. അതും ഒരു രക്തസാക്ഷിത്വമാണെന്നാണ് പറയുന്നത്. അങ്ങനെ പിന്നീട് ബ്രഹ്മചാരികളുടെ ഒരു യുഗമായിരുന്നു. അവരാണ് ശരിക്കും വിശുദ്ധിയുള്ളവരെന്നൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. അടുത്ത കാലത്താണ് നിങ്ങളും വിശുദ്ധരാണെന്നൊക്കെ പറഞ്ഞു വച്ച് തുടങ്ങിയിരിക്കുന്നത്. ആ സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞോളൂ. ശരിക്കും കല്യാണം കഴിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്കറിയാം, ഈ വിവാഹത്തിനകത്ത് 2 ശരീരങ്ങളുണ്ട്. ജഡം, ശരീരം. ജഡം അത്ര നല്ലൊരു കാര്യമല്ല സ്പിരിച്വാലിറ്റി. നിങ്ങൾക്കറിയാലോ, വിശുദ്ധി പ്രാപിക്കാൻ ഈ ശരീരം ഒരു പിശാചിന്റെ ടൂളാണെന്ന് കരുതിയിരുന്ന ഒരു കാലമുണ്ട്. അതുകൊണ്ട് ഈ ശരീരത്തിന്റെ ഇച്ഛകളെയും ശരീരത്തിന്റെ ആ പ്രവർത്തനങ്ങളെയും നമ്മൾ നിയന്ത്രിക്കണം. നിയന്ത്രിക്കാന്ന് പറഞ്ഞാൽ മോട്ടിഫൈ ചെയ്യണം, ത്യാഗം ചെയ്യണം. എന്നാൽ ആ ത്യാഗത്തിലൂടെയാണ് വിശുദ്ധി കൈവരിക്കാൻ സാധിക്കൂ എന്ന് കരുതിയിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വിശപ്പ് അനുഭവപ്പെടാണ്, നിങ്ങൾ ഒത്തിരിയേറെ ഭക്ഷണം കഴിക്കുന്നു. ഇനി നിങ്ങൾക്ക് വിശുദ്ധി പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫാസ്റ്റിംഗ്, ഉപവസിക്കണം, ഭക്ഷണം കഴിക്കാതിരിക്കണം. അപ്പൊ ആ ശരീരത്തിന്റെ ഇച്ഛയെ നിങ്ങൾ ഓവർകം ചെയ്യണം. നല്ല ഐഡിയ അല്ലേ? അതിന് ഒരു കാലത്ത് നമ്മുടെ ചരിത്രത്തിൽ പറയുന്നത് ദ കോൺട്രറി ക്യൂവേഴ്സ് ദ കോൺട്രറി എന്ന് വെച്ച് കഴിഞ്ഞാല്, എന്തിനോടാണോ നിനക്ക് അതീവമായ ഇച്ഛ അല്ല അടിമത്തം എന്താണോ അതിനെ നീ നിരാകരിക്കുക. അതുവഴി ഇപ്പോ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, നോമ്പ് കാലത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് പുണ്യം, അല്ലേ? അങ്ങനെയല്ലേ പഠിപ്പിച്ചേക്കുന്നത്? നിങ്ങളതൊന്നും ഓർക്കണില്ല എന്ന് തോന്നുന്നല്ലേ? നിങ്ങളത് മൈൻഡ് ചെയ്യാറില്ലായിരിക്കും ചിലപ്പോ. അല്ലെ, ആലോചിച്ച് നോക്കിയ, അതായത് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് പുണ്യം എന്ന് കരുതുന്ന ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈവൻ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ശരി, മക്കളുണ്ടായാൽ പിന്നെ അങ്ങനത്തെ ഒരു സെക്ഷൽ എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല. അതൊക്കെ ഈ ലോകത്തിൻ്റെതാണ്, ലൗകികമാണ് എന്നൊക്കെ കരുതിയിട്ട് അതിനെ മാറ്റി നിർത്തി കംപ്ലീറ്റ് അബ്സ്റ്റിനൻസ്, അങ്ങനെയൊക്കെ വന്നാലാണ് വിശുദ്ധി പ്രാപിക്കണേന്നൊക്കെ കരുതുന്ന ചില തത്വങ്ങളും അല്ലെങ്കിൽ ചിന്താഗതികളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ശരിക്കും വിവാഹിതര് വിശുദ്ധരാവും, ആവുമെങ്കിൽ എങ്ങനെയാവും? ഈ ചോദ്യത്തിന് നമുക്കിന്ന് ഉത്തരം കണ്ടെത്തേണ്ട കാര്യം. നിങ്ങളുടെ മനസ്സിൽ ഉണർത്താൻ വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വിശുദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാല് നന്മയുടെ പൂർണ്ണതയാണ്. തെരഞ്ഞെടുപ്പ് വഴി നന്മയുടെ പൂർണ്ണതയിലേക്ക് വരിക. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് നന്മ ചെയ്യാനാണോ തിന്മ ചെയ്യാനാണോ എളുപ്പം ഏതാ? വിച്ച് ഈസ് ഈസിയർ? ജോബി സെൻസാ ഏതാ എളുപ്പം? സെസ്ന ഏതാ എളുപ്പം? നന്മ ചെയ്യാനാണോ തിന്മ ചെയ്യാനാണോ എളുപ്പം? ഏതാ? നന്മ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. തിന്മ ചെയ്യാൻ ബുദ്ധിമുട്ടാണോ? കേട്ടില്ല. ഒന്ന് പറഞ്ഞൊന്ന്. നന്മ ചെയ്യാനാണോ തിന്മ ചെയ്യാനാണോ എളുപ്പം? തിന്മ ചെയ്യാനാണ് എളുപ്പം. തിന്മ ചെയ്യാനാണ് എളുപ്പം അല്ലേ? നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റുമല്ലോ, ഈ നമ്മളൊരു നന്മ കണ്ടാൽ അത് എടുത്തു പറയാൻ തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടില്ലേ? ഒരു കുറവ് കണ്ടാൽ പറയാൻ പെട്ടെന്ന് പറ്റുന്നില്ലേ?
ഇല്ല, ഒരു സിമ്പിൾ ഉദാഹരണം ഞാൻ പറഞ്ഞു തന്നോ, ലളിതമായ ഒരു ഉദാഹരണം അല്ലേ? ശരിയാ. ഈ മനുഷ്യന്റെ മുമ്പിൽ തെരഞ്ഞെടുപ്പുണ്ടെങ്കിൽ ശരി, ബഹുഭൂരിഭാഗം മനുഷ്യരും ആ തെരഞ്ഞെടുപ്പ് നന്മയുടേതാക്കി മാറ്റാൻ വളരെയേറെ ക്ലേശിക്കുന്നവരാണ്. കാരണം നമ്മൾ ജീവിക്കുന്ന സമൂഹം പരിമിതമായ, ലോകം പരിമിതിയുള്ളതാണ്. നമ്മള് വ്യക്തി എന്ന നിലയിൽ പരിമിതിയുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ പാപത്തിന്റെ ഒരു അടിമത്തം നമ്മളിലുണ്ട്. പാപം നിന്റെ പടിവാതിൽക്കൽ കാത്തു നിൽക്കുന്നു എന്നാണ് ബൈബിളിൽ പറയുന്നത്. അത്രമാത്രം ഒരു 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 ചായ്വ് നമുക്കുണ്ട്. മണ്ണിൽ നിന്ന് മെനഞ്ഞെടുത്തത് കൊണ്ട് മണ്ണിൻ്റെതായ ചില ചായ്വുകളുണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രാപിക്കേണ്ടത് നന്മയാണ്, നന്മയുടെ പൂർണ്ണതയാണ്. നന്മയുടെ പൂർണ്ണത എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളൊക്കെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ: സ്നേഹം, ക്ഷമ, ദയ, വിശ്വസ്ത, നന്മ, ആത്മസംയമനം, നീതി, അങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങളില്ലേ? അതിനൊരു ആകെ തുകയാവണമെന്ന്. അതൊരു ധാർമ്മിക തലത്തിൽ മാത്രമല്ല, ദൈവികമായ തലത്തിലും വേണം. അതായത് ദൈവവുമായിട്ട് എന്തെന്നില്ലാത്ത ഒരു അഭേദ്യമായ ബന്ധം എനിക്ക് സാധ്യമാകണം. അതിൽ നിന്നുണ്ടാവണം. അല്ലാണ്ട് വെറുതെ ഒരു 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 നീതിപൂർവമായ ജീവിതം നയിക്കുന്നത് അല്ലാണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വിശുദ്ധി എന്ന് പറയുന്നത്. മറിച്ച് ദൈവവുമായിട്ടൊരു ബന്ധം. ഇപ്പം ചിലര് ദൈവത്തിൽ വിശ്വസിക്കാത്തവര് നുണ പറയുന്നില്ല, അവര് നീതിയോടെ ജീവിക്കുന്നു. അത് ഒരു ധാർമ്മിക തലത്തിലാണ്. നമ്മൾ പറയുന്ന കാര്യം അതല്ല. വിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവുമായുള്ള ബന്ധമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, അവനെ സ്നേഹിച്ചു. ആ സ്നേഹത്തിൽ മനുഷ്യൻ വളർന്ന് ദൈവവും മനുഷ്യനുമായിട്ട് ഐക്യപ്പെടുന്ന അതിന്റെ ഒരു ആനന്ദം അനുഭവിക്കുക. അതാണ് ശരിക്കും വിശുദ്ധി എന്ന് പറയുന്നത്. വിവാഹത്തിന് അതിനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താ പറയാ, വിശുദ്ധ പൗലോസ്ലീഹ തന്നെ പറയുന്നുണ്ട്, അവിശ്വാസിയായ ഭാര്യ വിശ്വാസിയായ ഭർത്താവ് മുഖേനയും അതുപോലെ തിരിച്ചും വിശുദ്ധീകരിക്കപ്പെടുമെന്ന് എഴുതിയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോ ഭർത്താവിന് ക്രിസ്തുവിൽ വിശ്വാസമില്ല എന്ന് കരുതുക. ഭാര്യ ഒരു വിശ്വസിക്കുന്ന ഒരാളാണ് എങ്കിൽ ഭാര്യയുടെ വിശ്വാസം വഴി ഭർത്താവ് വിശുദ്ധീകരിക്കപ്പെടുന്നു. അതുപോലെ തിരിച്ചു. അപ്പൊ അതാണ് സാധ്യതയുണ്ട് വിവാഹത്തിന്. ഈ വിവാഹ ജീവിതത്തിലൂടെ ഒരു വിശുദ്ധിക്കുള്ള സാധ്യത ഉണ്ടെന്ന കാര്യം സഭ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം. വിശുദ്ധനാകാൻ സാധിക്കും, നന്മയുടെ പൂർണ്ണതയിലേക്ക് വരാൻ പറ്റും, ദൈവവുമായിട്ട് ഐക്യത്തിലേക്ക് വരാനായിട്ട് സാധിക്കും. അപ്പോ നമുക്കിനി പരിശോധിക്കേണ്ട കാര്യം ഇത് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ്. വിവാഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അഭേദ്യമായ ഐക്യമാണ്. ഈ വിവാഹത്തിന്റെ രണ്ട് പ്രത്യേകതകൾ എന്താണെന്നറിയാമോ? ഏറ്റവും ആഴമുള്ള ബന്ധവും ഏറ്റവും ദൈർഘ്യമുള്ള ബന്ധവും ഭാര്യ ഭർത്തൃബന്ധമാണ്. ആഴവും ദൈർഘ്യവും ഒരുമിച്ച് വരണം. മാതാപിതാ മക്കൾ ബന്ധം എന്ന് പറയുന്നത് നമുക്കറിയാലോ, ആഴം കുറഞ്ഞു വരികയാണ്. ഭാര്യ ഭർത്തൃബന്ധം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ആഴം കൂടി വരികയാണ്. കറക്റ്റ് അല്ലേ? ഒന്നായി ദേ ബിക്കം വൺ അല്ലെ? ഒന്നായി വരികയാണ്. മനസ്സിലാവുന്നുണ്ടാ? ശരിക്കും ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് നിങ്ങളുടെ മക്കൾക്കാണോ നിങ്ങൾക്കാണോ? അല്ല, നിങ്ങളുടെ പാർട്ട്ണർക്കാണോ? ഏറ്റവും കൂടുതൽ അറിയാവുന്നത് നമുക്കറിയാലോ, കൂടെ കിടക്കണാക്കാം. രാപ്പനി അറിയുന്നവർക്കാണല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും സ്വഭാവം എന്താണെന്ന് അറിയുന്നത് കൂടെയുള്ള ആൾക്കാണ്. അതായത് അത്രമാത്രം ആളുണ്ട് ആ ബന്ധത്തിന്. ഒന്നും മറച്ചു വെക്കേണ്ടതല്ലാത്ത, അല്ലെങ്കിൽ തന്നെ തുറന്നു വെക്കുന്ന ഒരു ബന്ധമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിവാഹ ബന്ധം എന്ന് പറയുന്നത്. മറ്റൊരു ബന്ധവും അങ്ങനെ ഇല്ല. അപ്പൊ ആ ബന്ധത്തില് വിശുദ്ധി പ്രാപിക്കാനുള്ള, നന്മയുടെ പൂർണ്ണത പ്രാപിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. അത് എപ്രകാരമാണെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നേരത്തെ നമ്മുടെ കൂടെയുള്ള പേര് പറഞ്ഞ സഞ്ജിത്ത് അല്ലേ? സഞ്ജിത്ത് പറഞ്ഞത് നേരത്തെ ഒരു കാര്യം പറഞ്ഞു, അതായത് കല്യാണം കഴിച്ച സ്വഭാവം നന്നായിന്ന്. അതെ. ഞങ്ങളോട് എന്തെങ്കിലും ഒന്ന് പറയാമോ അതിനെ കുറിച്ച്? എങ്ങനെ നന്നായെന്നോ അല്ലെങ്കിൽ എന്താ നന്നായെന്നോ എന്തെങ്കിലും അങ്ങനെ പറയാൻ പറ്റുമോ? പറയാലോ. നമുക്ക് കല്യാണത്തിന് മുമ്പ് ഒരു ബാച്ചലർ ലൈഫാണല്ലോ. നമ്മളെ തന്നെ അത്ര കെയർ കൊടുക്കാണ്ട് എല്ലാം വളരെ തോന്നുന്ന രീതിയിൽ ജീവിക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കുമല്ലോ. പക്ഷെ ഒരാള് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോ അയാളെ നമ്മുടെ അക്കോമഡേറ്റ് ചെയ്യണം, നമ്മുടെ എല്ലാത്തിലേക്കും അക്കോമഡേറ്റ് ചെയ്യണം, നമ്മുടെ ദിനചര്യയിലേക്ക് അക്കോമഡേറ്റ് ചെയ്യണം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് അക്കോമഡേറ്റ് ചെയ്യണം, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിലേക്ക് അക്കോമഡേറ്റ് ചെയ്യണം, നമ്മുടെ എല്ലാ തരത്തിലുള്ള വൈകാരികമായിട്ടുള്ള മേഖലകളിലേക്കും ആത്മീയമായിട്ടുള്ള മേഖലകളിലേക്കും അവരെ
ഉൾക്കൊള്ളിക്കണം. ആ അതൊരു സ്ട്രഗിളാണ്. ആ ആ അതൊരു സ്ട്രഗിൾ, പ്രത്യേകിച്ച് അറേഞ്ച്ഡ്. ഇപ്പൊ ലവ് മാരേജിൽ എനിക്ക് അറിയില്ല, ഞാൻ ഉം, അറേഞ്ച്ഡ് ഉം, ഉം. മാരേജ് ആയിരുന്നു. അപ്പൊ ആ ആ അറേഞ്ച്ഡ് മാരേജിൽ അതൊരു സ്ട്രഗിളാണ്. അത് ഉം, രണ്ടും ഉം, ഞങ്ങൾ ഉം. ഞങ്ങൾ രണ്ടുപേർക്കും സ്ട്രഗിളാണ്. അത് രണ്ടും ഉം, ഉം. രണ്ട് ഫാമിലി എന്നുള്ള ആൾക്കാരായിരുന്നു. അപ്പോ നമ്മള് കുറെയൊക്കെ പോളിഷ്ഡ് ആവും എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് തന്നെ ഉണ്ട്. നമ്മുടെ ഉം, ഉം. സ്വഭാവത്തിലാണെങ്കിലും ഉം, ഉം, നമ്മുടെ ഉം. പെരുമാറ്റത്തിലാണെങ്കിലും നമ്മുടെ മൂല്യങ്ങളും കുറച്ചൊക്കെ മാറ്റങ്ങൾ വരും. ആ ആ ആ ആ നമ്മുടെ ഓക്കെ. പാരന്റ്സിനോടുള്ള ബന്ധത്തിലാണെങ്കിലും കുറെയൊക്കെ മാറ്റങ്ങൾ വരും. ആ ആ ആ അപ്പൊ അതൊക്കെ നമ്മള് അതിലൊക്കെ ഒരു തിന്മ നെഗറ്റീവായിട്ട് വിചാരിക്കാതെ അതിനെ നമ്മള് പോസിറ്റീവായിട്ട് എടുത്ത് അതിന്റെ നന്മയിൽ വളരാനുള്ള ഒരു ശ്രമം ഞങ്ങളുടെ ഭാഗത്തു ഉം, നിന്ന് ഉം. ഉണ്ടായിട്ടുള്ള ഒരു ഫീലിംഗ് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ ഓക്കെ. അപ്പൊ സഞ്ജിത്ത് ഇപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിന് മുമ്പ് എന്നതിനേക്കാൾ ഇപ്പോൾ നന്മ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ് അല്ലേ? അതെ, നന്മ ചെയ്യാൻ എളുപ്പം എന്ന് പറയുമ്പോൾ, കാരണം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്താണ് ചെയ്യുക. അപ്പൊ അപ്പൊ ഒരാളുടെ എപ്പോഴും ഗൈഡൻസ് അതൊരു, ഉണ്ട്. അതെ അതെ, എപ്പോഴും ഒരു ആ ഒരു ആ പോസിറ്റീവ് ഉം, ഉം, ഒരു ഉം, പോസിറ്റീവ് ഉം. റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഒരു ആലോചനയിലൂടെ ഉണ്ടാകുന്ന ഒരു മച്യൂരിറ്റി, ഒരു പക്വത ഉണ്ടാവും. അതെ അതെ അതെ, that will ആ come അത് over a ആ period ആ of time, over a period of time. ഉടനെ വരുന്നല്ല, ആ നമ്മൾ എത്ര ഉവ്വ്. നാളും ജീവിക്കുന്നോ ആ ആ സമയം. ആ ആ ഓക്കെ 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 ഓക്കെ. അപ്പൊ ഒരു നല്ലൊരു വിവാഹ ബന്ധമാണ് എങ്കിൽ സ്വഭാവം നന്നാവും. അങ്ങനെയും പറയാൻ പറ്റില്ല. അത് അപ്പൊ ഓരോരുത്തരുടെ എങ്ങനെ ആൾക്കാർ എടുക്കണ പോലെ ഇരിക്കില്ലേ. ഈ വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു പുഴയിൽ രണ്ട് കല്ലിടുന്ന പോലെയാണ് ആ, അല്ലെ? കല്ലിടുന്ന അതെ സമയത്ത് കല്ലിന് കൂർത്ത മൂർത്ത മുനകളുണ്ട്. അതെ അതിങ്ങനെ ഒഴുകാൻ തുടങ്ങി കഴിയുമ്പോൾ തട്ടും മുട്ടും അല്ലെ? അതെ അതെ അങ്ങനെ അതെ തട്ടിയും മുട്ടിയും തട്ടിയും മുട്ടിയും കുറച്ച് നാൾ ഒഴുകി കഴിഞ്ഞു കഴിയുമ്പോൾ അതെല്ലാം നല്ല സോഫ്റ്റ് അതെ ആയിട്ട് മാറും. ശരിയല്ലേ? അതെ correct, correct. അല്ലെ? അതെ ഓക്കെ. അതെ അപ്പോ സ്വാഭാവികമായിട്ട് അതിനകത്തൊരു വിശുദ്ധീകരണം നടക്കുന്നുണ്ട്. അതിന്റെ ഉണ്ട് ഭംഗി ഉണ്ട്. വർദ്ധിക്കുന്നുണ്ട്, സൗന്ദര്യം അതെ അതെ കൂടുന്നുണ്ട്, സുഗന്ധം വർദ്ധിക്കുന്നുണ്ട്. ശരിയല്ലേ? correct. അതെ അതെ അതെ. ഓക്കെ. കൂടുതലുള്ള ആളുടെ പേര് ബിനിഷ അല്ലേ? ബിനിഷ. ബിനിഷ, ഈ ഒരു മുല്ലപ്പൂവിന്റെ അരികത്ത് ഒരു കല്ല് കിടന്നാല് ഈ കല്ലിന് എന്ത് സംഭവിക്കും എന്നാണ് കവി പാടിയേക്കണെന്ന് കേട്ടിട്ടുണ്ടോ? കേൾക്കണില്ലല്ലോ ഞാൻ. എന്താ ഓടിയില്ലല്ലോ? നേരത്തെ സഞ്ജീത് പറഞ്ഞപ്പോ കേട്ടിരുന്നല്ലോ. ഒരു മിനിറ്റ്. ആ സൗരഭ്യം ഉണ്ടാവുന്നു. ഏതേതാ? മുല്ലപ്പൂവിന്റെ സൗരഭ്യം ഉണ്ടാവുന്നു. അതായത് കല്ലിന് മുല്ലപ്പൂവിന്റെ സൗരഭ്യം കിട്ടും. കറക്റ്റ് അല്ലേ? അല്ലേ? അതാണ്. കറക്റ്റ് അല്ലേ? അത് അതെ അതെ. സഹവാസം വഴി കിട്ടുന്നതാണ്. അതായത് നിങ്ങൾ രണ്ടുപേര് വിവാഹം ചെയ്തപ്പോ നിങ്ങളിൽ ആരാണോ നന്മയുള്ളത് ആ നന്മ കൂടെയുള്ള ആളെ സ്വാധീനിക്കും. കറക്റ്റ് അല്ലെ? അപ്പൊ അതെ ജീവിതത്തിന് അതെ. അടുക്കും ചിട്ടയും വരും. അത്രയും അതെ. നാൾ ഒരു പക്ഷെ മദ്യപിച്ച് നടന്ന ഒരാള് മദ്യപാനം നിർത്തുന്നു, പുകവലിച്ച ആൾ പുകവലിക്കേണ്ടെന്ന് കരുതുന്നു, പെട്ടെന്ന് ദേഷ്യപ്പെട്ട് സംസാരിച്ചിരുന്ന ഒരാൾ വളരെ ശാന്ത സ്വഭാവത്തിലേക്ക് വരുന്നു. അത്രയും നാൾ ഒരു പക്ഷെ മറ്റുള്ളവരെ പറ്റിച്ച് ജീവിച്ചിരുന്ന ഒരാൾ ഇനി സത്യസന്ധമായി ജീവിക്കാനായിട്ട് ആരംഭിക്കുന്നു. അത്രയും നാൾ ഒരു പക്ഷെ മറ്റുള്ളവരെ ചൂഷണം ചെയ്തിരുന്നവർ ഇനി ചൂഷണം ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുന്നു. സഖ്യബോസിനെ പോലെയൊക്കെ നാലിരട്ടി തിരിച്ചു കൊടുത്ത് ഒരു സുന്ദരമായ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെയൊക്കെ ഇത് വരാനുള്ള സാധ്യതയുണ്ട്. ശരിയല്ലേ? അതെ. ഓക്കെ. അപ്പോ വിവാഹ ജീവിതം യഥാർത്ഥത്തില് രണ്ടു വ്യക്തികൾ തമ്മിൽ ഇങ്ങനെ ഇഴുകിച്ചേരുന്ന ജീവിതമായതുകൊണ്ട് ആ ബന്ധത്തിന് നമ്മളെ നന്മയിലേക്ക് നയിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ അതിനെ വേണമെങ്കിൽ തിന്മയിലേക്ക് നയിക്കാൻ കേട്ടോ. അങ്ങനെ തിന്മയിലേക്ക് പോയ അതെ. ആൾക്കാരും ഉണ്ട് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? ഈവൻ കല്യാണം കഴിച്ചിട്ട് കൊലപാതകം വരെ ഒരുമിച്ച് ചെയ്തവരുമുണ്ട്. പരസ്പരം ഒരാൾ മറ്റേയാളെ ചെയ്തവരൊക്കെ ഉണ്ട്. ദാറ്റ് മീൻസ് തിന്മയുടെ ഒരു ലോകമായി തന്നെ വിവാഹം മാറാനുള്ള സാധ്യതയും അതിനകത്തുണ്ട്. ഡൊമസ്റ്റിക് വയലൻസ് അതുകൊണ്ടാണല്ലോ ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക പീഡനം എന്നൊക്കെ പറയുന്നത്. അതോടെ നിൽക്കട്ടെ. പക്ഷെ വളരാനുള്ള സാധ്യത അതിനകത്ത് വളരെ നന്നായിട്ടുണ്ട്. ശരിക്കും ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണോ ഒരുമിച്ച് ജീവിക്കുന്നതാണോ സ്വഭാവം നന്നാവാൻ നല്ലത്? നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇത്രയും നാൾ ജീവിച്ചിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന സ്വഭാവം നന്നാണ്ട് ഒരുമിച്ച് ജീവിക്കുന്നതായിരിക്കും. അല്ല, ഇവിടെ ഇരിക്കുന്ന മറ്റുള്ളവരൊക്കെ അഭിപ്രായം തന്നെയാണ്. ഒരുമിച്ച് ജീവിക്കുന്നതാണോ സ്വഭാവം നന്നാവാൻ നല്ലത്? അത് രണ്ട് സാധ്യതകളുണ്ട്. ഏഹ് അല്ല, അതായത് കൂടുതൽ സാധ്യത കൂടുതൽ സാധ്യത ഒരുമിച്ച് ജീവിക്കുന്നതാണ്. അപ്പോൾ ഒരു റഫറി അല്ലെങ്കിൽ ഒരു കളി ഫൗള് പോകുമ്പോൾ കൺട്രോൾ ചെയ്യാനായിട്ട് റഫറി ഉള്ളതുപോലെ
ഒരാളുടെ ആ വഴി തെറ്റി അതല്ലേ. അല്ലെങ്കിൽ ട്രാക്ക് മാറുമ്പോൾ അത് ആ ട്രാക്കിലേക്ക് ആ. വരുത്താനായിട്ട് സഹായിക്കുന്നു. ഇപ്പൊ ജോളിച്ചേട്ടന് ബാറിലിരുന്ന് വെള്ളം അടിച്ചിരിക്കാൻ പറ്റുമോ? ഇല്ല, വെള്ളമടിക്കൽ ഇല്ല. ആദ്യമേ ഇല്ല. ഇല്ല. ഇപ്പൊ കേസ് പറഞ്ഞാൽ അങ്ങനെ ആഗ്രഹം വന്നാൽ തന്നെ നടക്കുമോ? ഇല്ല, ഇല്ല. നടക്കാത്തതിന്റെ കാരണം എന്താ? അത് നേരം അല്പം വൈകി അപ്പൊ വിളി വരും. അതന്നെ. അല്ലെ, അപ്പൊ വിളിക്കാൻ ഒരാളുണ്ട്, അന്വേഷിക്കാൻ ഒരാളുണ്ട്, അല്ലേ? അതെ, നമ്മളെ അതെ, സ്വാധീനിക്കാൻ ഒരാളുണ്ട്. അപ്പൊ ഒറ്റയ്ക്കാണ് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം, നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേക്കാം, ഇഷ്ടമുള്ളപ്പോൾ കിടക്കാം, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, അങ്ങനെ വരും. ഒരുമിച്ച് അതെ. ജീവിക്കുന്നതിനകത്ത് ഒരു വിശുദ്ധിയുടെ വലിയൊരു തലമുണ്ട്. ഓക്കെ. അപ്പൊ ഇനി ഞാൻ അവതരിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇത് എപ്രകാരം സാധിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ഇതിനൊരു സാധ്യതയുണ്ട്, നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി ഇത് എപ്രകാരം സാധിക്കും? 3 കാര്യങ്ങളാണ് എനിക്കിത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. അതായത് വിവാഹിതര്, ദമ്പതികള് വിശുദ്ധരാകുന്നത് 3 വഴികളിലൂടെയാണ്. 3 വഴികളിലൂടെ സഭയുടെ പഠനം അനുസരിച്ച് 3 വഴികളുണ്ട്. ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് നമുക്ക് വിവാഹം ഒരു കൂദാശയാണ്. ഈ കൂദാശയായ വിവാഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ്. യു ആർ യുണൈറ്റഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ വിവാഹിതരാണ്. അപ്പൊ ക്രിസ്തുവിന്റെ സാന്നിധ്യം അതുവഴി നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടും. ലോകത്ത് തിന്മയുണ്ടല്ലോ, തിന്മയുണ്ട്, ഒത്തിരി തിന്മയുണ്ട്. തിന്മയുടെ ചായ്വുണ്ട്, ശക്തിയുണ്ട്. ആ തിന്മയുടെ ശക്തിയെ അതിജീവിച്ചവനായ ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുകയും ആ വിശ്വാസത്തെ നമ്മൾ പോഷിപ്പിക്കുകയും ചെയ്തു കഴിയുമ്പോൾ അത് വിശുദ്ധിയിലേക്കുള്ള വിവാഹിതരുടെ വലിയൊരു മാർഗമാണ്. ഇപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ദമ്പതികള്, നിങ്ങൾ 2 പേരും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ലേ? ഉണ്ടോ? ഉവ്വ്. വിശ്വസിക്കുന്നു. എന്നെ കേൾക്കാമോ? വിശ്വസിക്കുന്നു. 2 പേരും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ. നിങ്ങൾ 2 പേരും ക്രിസ്തുവിൽ വിശ്വാസം പങ്കുവെക്കുമ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കൃപയില്ലേ? ഇപ്പൊ നമ്മളിപ്പോ ഒരാൾ വിശ്വസിക്കുന്നു, ഒരാൾ വിശ്വസിക്കുന്നില്ലെങ്കിലുള്ള ഒരവസ്ഥ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ, അല്ലെ? 2 പേരും വിശ്വസിക്കുമ്പോൾ. പിന്നെ യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യം എന്താണ്? എന്നിൽ വിശ്വസിച്ചാൽ നീ നിത്യജീവനിലേക്ക് പ്രവേശിക്കും, ജീവൻ ഉണ്ടാവും, ജീവന്റെ സമൃദ്ധി ഉണ്ടാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് പാപത്തെ അതിജീവിക്കാനുള്ള കൃപ ലഭിക്കും. അപ്പോ ഈ ക്രിസ്തീയ വിവാഹിതര് വിശുദ്ധി പ്രാപിക്കുന്ന ഏറ്റവും വലിയൊരു മാർഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ഉണ്ടാകുന്ന ഒരു സാന്നിധ്യമാണ്. കാനായ കല്യാണ വിരുന്നില് അവർ വിശുദ്ധി പ്രാപിച്ചു. അവരുടെ വിശുദ്ധി എന്തായിരുന്നു? ആദ്യം വിളമ്പിയതിനേക്കാൾ ലഹരി കൂടിയ വീഞ്ഞ് പിന്നീട് വിളമ്പി. ഓരോ ദിനം കഴിയും തോറും അവരുടെ ജീവിതത്തിൽ ലഹരി വർദ്ധിച്ചു വന്നു എന്നാണ് അതിന്റെ അർത്ഥം. ക്രിസ്തുവിന്റെ ആദ്യത്തെ അത്ഭുതമാണത്. അതിന്റെ സിംബോളിക്കായ മീനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്തുവിൽ നീ വിശ്വസിച്ചാൽ, അവൻ പറയുന്നതനുസരിച്ച് പ്രവർത്തിച്ചാൽ നിന്റെ ജീവിതത്തിന്റെ ലഹരി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, നിനക്ക് ജീവന്റെ സമൃദ്ധി ഉണ്ടാകും. അപ്പൊ ദ ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, അത് ഒരു വ്യക്തിയല്ല, 2 വ്യക്തിയും വിശ്വസിക്കുകയാണെങ്കിൽ അതിന്റെ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അത് നിങ്ങൾ വിവാഹിതർ ചെയ്യുന്ന ചില എക്സ്പ്രഷൻസ് ഉണ്ട്, ചില മാർഗങ്ങളുണ്ട്. ഒന്നാമത്തെ മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പ്രയർ ലൈഫാണ്. നിങ്ങൾ 2 പേരും കൂടി പ്രാർത്ഥിക്കുന്നു, അല്ലെ? ഞാൻ ഒരിക്കലും ഒരു കേസ് ഓർക്കാണ്, ഒരു ദമ്പതികളുടെ കേസ് ഓർക്കാണ്. ഒരു സ്ത്രീ ഒരു പുരുഷനെ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച ആദ്യത്തെ ദിവസം വൈകുന്നേരം മുറിയിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോ ഈ സ്ത്രീ ആ പുരുഷനോട് പറഞ്ഞ ഡയലോഗ് ഇതാണ്: എനിക്കൊരു കാര്യം തുറന്ന് സംസാരിക്കാനുണ്ട്. ഞാൻ താങ്കളെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചേക്കേണ്ടതല്ല, അതുകൊണ്ട് എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്. ഞാൻ മാതാപിതാക്കള് നിർബന്ധിച്ചതുകൊണ്ട് കല്യാണം കഴിച്ചു. ഈ ഭർത്താവ് ഷോക്കായി പോയി. ഔലോ, ഏതൊരു ഭർത്താവാണെങ്കിലും ഷോക്ക്. പക്ഷെ ഈ ഭർത്താവ് എന്റെ പ്രത്യേകത, അയാൾ ഒരു ജീസസ് യൂത്ത് പ്രവർത്തകനായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വിശ്വാസത്തിലൊക്കെ ഇച്ചിരി വളർന്നൊരു വ്യക്തിയായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് കല്യാണം ഇച്ചിരി വൈകിയാണ് നടക്കുന്നത്. ഈ കല്യാണം നടക്കുന്നതിന് ഇച്ചിരി വൈകിയാണ്, പ്രായം ഇച്ചിരി കൂടുതലുണ്ട്. ഒത്തിരി അന്വേഷിച്ചതിന് ശേഷമൊക്കെയാണ് ഈ കല്യാണം നടന്നിരിക്കുന്നത്. അപ്പോ ഈ സ്ത്രീയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സ്ത്രീയുടെ കഴുത്ത് ഇങ്ങനെ ചരിഞ്ഞിരിക്കുള്ളൂ. ഈ കഴുത്തല്പം ഇങ്ങനെ ചരിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ വീട്ടുകാരെ നോക്കി കഴിഞ്ഞപ്പോ കല്യാണം ഒന്നും പ്രതീക്ഷിച്ച പോലെ നടക്കുന്നില്ല. കാര്യം ഈ പുരുഷനേക്കാൾ വിദ്യാഭ്യാസമൊക്കെ ഈ പെൺകുട്ടിക്കുണ്ട്.
സാമ്പത്തികമായിട്ടുള്ള സ്റ്റാറ്റസും കൂടുതലാണ്. പക്ഷേ ഈ സ്ത്രീക്ക് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് കല്യാണം നടക്കുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഇദ്ദേഹമാണെങ്കിൽ നല്ലൊരു പ്രയറുള്ള ഒരു മനുഷ്യനാണ്, ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കൾ വിചാരിച്ചു അവൻ നന്നായി നോക്കിക്കോളൂ എന്ന് കരുതിയിട്ടാണ് ഈ കല്യാണം അല്പം താല്പര്യം ഇല്ലെങ്കിലും മോളെ നിർബന്ധിച്ച് നടത്തിയത്. അതാണ് ഇതിന്റെ ഹിസ്റ്ററി. അപ്പൊ ഇവള് ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇയാൾക്ക് ഭയങ്കര വിഷമം വന്നു. പക്ഷെ ഇദ്ദേഹം ഒന്നും മിണ്ടിയില്ല, കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഇയാൾ പറഞ്ഞു, നീ എന്നോട് അത് തുറന്നു പറഞ്ഞത് എനിവേ ഇറ്റ് ഈസ് ഗുഡ്. നീ എന്നോട് തുറന്നു പറഞ്ഞല്ലോ, അഭിനയിച്ചില്ലല്ലോ, എനിക്ക് അതിനകത്ത് നിന്നോട് അപ്രീസിയേഷൻ ഉണ്ട്. നിനക്ക് കുറച്ച് സമയം വേണമെന്നാണല്ലോ നീ പറഞ്ഞത്. ഓക്കെ, യു ടേക്ക് യുവർ ടൈം. പക്ഷെ എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്. റിക്വസ്റ്റ് ഇതാണ്, നിനക്ക് എൻ്റെ കൂടെ കുറച്ച് ദിവസം ഒരുമിച്ചിരുന്ന് അരമണിക്കൂർ പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. വുഡ് യു പ്ലീസ് പ്രേ വിത്ത് മീ ഫോർ സം ഡേയ്സ്? അരമണിക്കൂർ. അപ്പൊ അവള് പറഞ്ഞു അതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. കാരണം പുറമേ നോക്കുമ്പോൾ ഇവർ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, മാതാപിതാക്കൾക്ക് സന്തോഷമായി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് പ്രയർ നടത്തിയാൽ മതിയല്ലോ. അങ്ങനെ ഇയാൾ അരമണിക്കൂർ എല്ലാ ദിവസവും പ്രയർ ചെയ്യും. കൂടെ ഭാര്യ ഇരിക്കും. ഈ തോബിത്തിന്റെ പുസ്തകത്തില് തോബിയാസ് സാറായി കല്യാണം കഴിച്ചിട്ട് ഇതുപോലെ തോബിയാസ് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് സാറ ആമേൻ ആമേൻ മാത്രമേ പറയുന്നുള്ളൂ. അതുപോലെ ഈ ദമ്പതിയില് ഭാര്യ ആമേൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ കുറച്ചു ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ഈ മനുഷ്യൻ അയാൾ പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ച സമയം കഴിഞ്ഞു, ഇനി നിനക്ക് തീരുമാനിക്കാന്ന് പറഞ്ഞു. വാട്ട് യു വാണ്ട് യു ക്യാൻ ഡിസൈഡ്. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, എനിക്കൊന്ന് കുമ്പസാരിക്കണമെന്ന്. അങ്ങനെ പള്ളിയിൽ പോയി കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് മടങ്ങി വന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്നാണ് അവർ ദാമ്പത്യ ജീവിതം ആരംഭിക്കുന്നത്. ജീവിതം ആരംഭിച്ച് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് കുഞ്ഞുണ്ടായി. ഈ കുഞ്ഞിന് അമ്മയ്ക്കുള്ള അതേ ഒരു പ്രശ്നം ഉണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴുത്ത് ഇങ്ങനെ ചരിഞ്ഞിരിക്കണം ഇങ്ങനെ. അപ്പൊ ഈ കുഞ്ഞിന്റെ പ്രസവം എടുത്ത ഡോക്ടർ പറഞ്ഞു, ഇതിന് ഇപ്പൊ ട്രീറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ചെറിയ സർജറി ചെയ്ത് കഴുത്ത് നേരെയാക്കാൻ പറ്റുമെന്ന്. അങ്ങനെ ഏതൊരു ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞു കൊടുത്ത് അവര് കുഞ്ഞിന് 1 വയസ്സായി കഴിഞ്ഞപ്പോ അവിടെ കൊണ്ടുപോയി കാണിച്ച് ഈ സർജറി ചെയ്ത് ഇത് നേരെയാക്കി. അതപ്പോ നേരെയാക്കാൻ അവിടെ പോയപ്പോ ഈ അമ്മയുടെ കഴുത്തിങ്ങനെ ചെറിയിരിക്കാണല്ലോ. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു അമ്മയുടെ കഴുത്ത് നേരെയാക്കാൻ പറഞ്ഞു. അങ്ങനെ അതായത് കുറെ വർഷങ്ങളായിട്ട് ഈ സ്ത്രീ ഇങ്ങനെ കഴുത്തിങ്ങനെ ചച്ചു വെച്ചുകൊണ്ടിരുന്ന സ്ത്രീ സർജറി ചെയ്ത് ഈ സ്ത്രീയുടെ കഴുത്ത് നേരെ. എന്നിട്ട് എന്നെ കണ്ടപ്പോ ഈ സ്ത്രീ പറയുന്നത്, അച്ഛൻ ഇപ്പൊ ഞാൻ നേരെ നിൽക്കുന്നത് ഇയാള് കാരണമാണ്. മനസ്സിലായ? ഈ പ്രയർ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളെ വിശുദ്ധീകരിക്കും. അത് ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല ഇഫക്റ്റ്. നമ്മുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുണ്ട്. കുടുംബ പ്രാർത്ഥന ചിലപ്പോൾ യാന്ത്രികമായിട്ടൊക്കെ പോവാറുണ്ട്, ഒരു റുട്ടീൻ പരിപാടി പോലെ ആയി പോവാറുണ്ട്. പക്ഷെ അതല്ല, മറിച്ച് ഒരു ആത്മാർത്ഥമായിട്ട് രണ്ടുപേരും കൂടിയും ഒരുമിച്ച്, എനിക്ക് തോന്നുന്നു നിങ്ങളിൽ ചിലരെ തന്നെയെങ്കിലും ദമ്പതി പ്രാർത്ഥനയൊക്കെ ഒരുമിച്ച് ചെയ്യുന്നവരായിരിക്കാം. ഞാൻ ഇന്നലെ മിനിങ്ങാന്ന് ചേരാനല്ലൂര് പള്ളിയിൽ ഒരു ക്ലാസ് എടുക്കാനായിട്ട് പോയി, എടപ്പള്ളി ചേരാനല്ലൂര്. അപ്പൊ അവിടെ നമ്മുടെ ഗ്രേസ് പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ അവിടെ പറയുന്നത് ഞാൻ കേട്ടു. അവര് ആ ദമ്പതി പ്രാർത്ഥന ഇപ്പോഴും ഒരുമിച്ച് ചെല്ലുമ്പോൾ അവർക്ക് കിട്ടുന്ന കൃപയെ കുറിച്ച്. അപ്പോ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഈ പ്രയർ ലൈഫ് നമ്മളെ വിശുദ്ധീകരിക്കുന്ന ഒരു കാര്യമാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരുമിച്ചുള്ള പ്രാർത്ഥന, അത് ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ നമ്മളിൽ ഉറപ്പിക്കുകയും അവന്റെ കൃപ, അതായത് പാപത്തിന്മേൽ അവൻ നേടിയ വിജയം, അത് നമ്മുടെ വിജയമായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു അനുഭവമാണത്. അപ്പോ നമുക്ക് പല തിന്മകളുടെ ബന്ധനങ്ങളിൽ നിന്ന് വിട്ടുപോരാനായിട്ട് സാധിക്കും. സോ പ്രയർ ഈസ് എ പ്രൊട്ടക്ഷൻ. അത് കപ്പിളായിട്ട് ഒരുമിച്ച് ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ല കാര്യം. ചില വിഭാഗങ്ങളിൽ ഇപ്പോൾ ഒരാൾ സഹകരിക്കില്ല, ദെൻ ഈവൻ ഇൻഡിവിജ്വൽ പ്രയർ വിൽ ഹെൽപ്പ്. അതാണ് ഒരു വശം, ഒരു കാര്യം. പിന്നെ അതിന്റെ ഒപ്പം തന്നെ വരുന്ന മറ്റൊരു കാര്യം, ഈ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ നമ്മൾ പ്രകടിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ അവന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ സന്നിഹിതമാവാണ്. ദൈവവചനം അല്ലെ? നിങ്ങളെല്ലാവരും കല്യാണം കഴിച്ചപ്പോ വചനത്തിൽ തൊട്ടല്ലേ പ്രതിജ്ഞ ചെയ്തത്. അതിന്റെ അർത്ഥം നിങ്ങൾ ആ വചനത്തെ സ്വീകരിക്കുന്നു എന്നാണ്. നിങ്ങളുടെ വിവാഹത്തിൽ ആ വചനത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്നാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ വചനത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്, അവൻ പറയുന്നത് ചെയ്യുവിൻ. അവൻ പറയുന്നത് വചനമാണ്, ആ വചനം ചെയ്യുവിൻ. വചനം ചെയ്തു കഴിഞ്ഞാൽ വെള്ളം പോലും വീഞ്ഞായി മാറുന്നതാണ്. സാധ്യതകൾ അനവധിയാണെന്ന്.
നിങ്ങളുടെ മുമ്പിൽ ഒരു പക്ഷേ ശരിയാവില്ല എന്ന് തോന്നുന്ന കാര്യം പോലും നിങ്ങളുടെ ഭർത്താവിന് മദ്യപാനം മാറില്ല എന്ന് പലവട്ടം തിന്മ നിങ്ങളോട് പറയുമ്പോ വചനം പറയും നീ ഇത് ചെയ്യൂ, സാധ്യമാവും എന്ന്. അതാണ് വചനം. അപ്പോ നമ്മൾ വിശദീകരിക്കപ്പെടുന്ന മറ്റൊരു മാർഗമാണ് വചനം. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ വചനം. അപ്പോ വിവാഹ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ ആ വചനത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രയോറിറ്റി ഉണ്ടല്ലോ, ഒരു പ്രാധാന്യം ഉണ്ടല്ലോ. ഇപ്പൊ ചില വീടുകളിലൊക്കെ ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ചിരുന്ന് വചനത്തെ ധ്യാനിക്കാറുണ്ട്, ദൈവവചനം. ഇനി അങ്ങനെ ധ്യാനിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ദൈവവചനം അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുന്നുണ്ട്. വചനം ഞങ്ങളോട് എന്താണോ പറയുന്നത് അതനുസരിച്ച് ജീവിക്കണമെന്ന് താല്പര്യം. ഇപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തെ താറുമാറാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ചില വ്യത്യാസങ്ങൾ, ശരിയല്ലേ? ഇപ്പൊ ഭാര്യയുടെ വലിയൊരു ആഗ്രഹമാണ്, എല്ലാ ഭാര്യമാർക്കും എനിക്ക് ആഗ്രഹം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, ഭർത്താവിന്റെ അരികത്ത് ഒരു 10 മിനിറ്റ് എങ്കിലും ഒരു ദിവസം ഒന്ന് തനിച്ചിരുന്ന് വർത്താനം പറയണം, ഇല്ലേ? ഭാര്യമാർക്കില്ലേ? ജോബി സസ്ന ഉണ്ടാ? സസ്നയ്ക്ക് ഉണ്ടാ? ഉണ്ട് ഉണ്ട്. ഉണ്ട്. പക്ഷെ ചില ഭർത്താക്കന്മാർ ഇരുന്ന് തരാറേ ഇല്ല. അവർ ഇരുന്നാൽ തന്നെ മറ്റേ സ്ഥാനം തോണ്ടിക്കൊണ്ടിരിക്കുക. അതാണ് ഇപ്പോഴത്തെ ഒരു രീതി. മനസ്സിലാക്കി? ശരിയല്ലേ? അപ്പൊ ഒരാളുടെ ആഗ്രഹത്തെ മറ്റേ ആൾ പൂർത്തീകരിക്കുന്നില്ല. അത് വിവാഹ ജീവിതത്തിൽ കുറെ വിള്ളലുണ്ടാക്കും. പലവട്ടം നമുക്ക് ദേഷ്യം വരും. നമ്മൾ പിന്നെ പറയുന്ന വാക്ക് മാറിപ്പോവും, ചെയ്യുന്ന പ്രവൃത്തി തെറ്റിപ്പോവും. അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്, അല്ലേ? അപ്പോൾ ഈ വ്യത്യാസങ്ങളെ, അഭിപ്രായങ്ങളിലുള്ള വ്യത്യാസം, പെരുമാറ്റത്തിലുള്ള വ്യത്യാസം, പ്രതീക്ഷകളിലുള്ള വ്യത്യാസം, ഈ വ്യത്യാസങ്ങളെല്ലാം സമന്വയിപ്പിക്കാൻ കഴിയുന്ന വലിയൊരു കാര്യമാണ് വചനം. ഞങ്ങൾ രണ്ടുപേരും ഏക മനസ്സാണ്. എന്തില്? വചനം എന്തു പറയുന്നു അത് ചെയ്യാം, അല്ലെ? വീട്ടില് അമ്മയുടെ സ്വഭാവം, അമ്മായിമ്മയുടെ സ്വഭാവം ഇച്ചിരി മോശം. എല്ലാത്തിനും കുറ്റം പറയുന്ന സ്വഭാവം, എല്ലാത്തിനും കുറ്റം പറയും. എന്നും ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എന്റെ ഭാര്യയ്ക്ക് എന്റെ അമ്മയെ കുറിച്ച് പരാതി പറയാനേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യും? ഒരു വശത്ത് തള്ള, മറുവശത്ത് ഭാര്യ. ഋഷങ്ക് സ്വർഗം കണ്ടുപോകും. അമ്മേനെ എങ്ങാനും പിന്തുണച്ചാൽ ഭാര്യ പ്രശ്നമുണ്ട്, ഇനി ഭാര്യനെ എങ്ങാനും പിന്തുണച്ചാൽ അമ്മയും പ്രശ്നമുണ്ട്. ഇങ്ങനെ ചിലപ്പോൾ പെട്ടുപോണ അവസ്ഥയുണ്ട്. അപ്പൊ അവിടെ ഒരു 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 സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഭാര്യ ഭർത്താവും തമ്മിൽ ഒരു വചനത്തിലുള്ള ബന്ധമുണ്ട്, വചനാധിഷ്ഠിതമായ ബന്ധം. ആ ഏക മനസ്സാണ് ഞങ്ങൾ ദൈവവചനം ഫോളോ ചെയ്യുന്നതിൽ. ശരിയാണ്, അമ്മയ്ക്ക് കുറവുകളുണ്ട്, യെസ് ഉണ്ട്. എങ്കിലും നമ്മുടെ അമ്മയല്ലേ, ലെറ്റ് us റെസ്പെക്ട് ഹെർ സ്പേസ്. അങ്ങനെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കൺക്ലൂഷനിലേക്ക് വരാൻ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ സാധിക്കും. പക്ഷെ അപ്പൊ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്തിൽ യോജിപ്പ് വേണം? വചനത്തിൽ യോജിപ്പ് വേണം. അപ്പൊ നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന ഒരു കാര്യമായിട്ട് ഈ വചനം മാറാൻ. ഓക്കെ, ദൈവവചനം രണ്ടുപേരും, നിങ്ങളൊന്ന് ആലോചിക്കുക, രണ്ടുപേരും ദൈവവചനത്തിൽ വിശ്വസിച്ചാൽ ഏത് വ്യത്യസ്തതകളെയും നമുക്ക് സമന്വയിപ്പിക്കാൻ പറ്റും. ബിക്കോസ് യു സീക്ക് എ സ്പിരിച്വൽ ഡിറക്ഷൻ. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ വചനം മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു ആത്മീയ ഗുരുവുമായിട്ട് കൺസൾട്ട് ചെയ്യുന്നു. സോ ദർ ഇസ് എ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അമംഗ് us, ഓർ എ ഡിഫറൻസ് ഓഫ് ബിഹേവിയർ, ഹൗ ടു റിസോൾവ് ഇറ്റ്. എത്രയോ ആത്മീയ മനുഷ്യരാണ് നിങ്ങളെ സഹായിക്കാൻ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. യു അപ്രോച്ച് them. പക്ഷെ ഈ വചനത്തിന്റെ ബന്ധം നിങ്ങൾക്ക് ഇല്ലെങ്കിലോ അങ്ങനെയൊന്നും പോകില്ല. നിങ്ങൾ അടികൂടി ജീവിക്കും. അങ്ങനെ എത്രയോ കുടുംബങ്ങളുള്ളത്. അപ്പോൾ രണ്ടാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് വചനത്തിന്റെ ബന്ധം. ആ ദൈവവചനമാണ് വിശുദ്ധീകരിക്കുന്ന മറ്റൊരു കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വഴി ലഭിക്കുന്ന മൂന്നാമത്തെ കാര്യം കേട്ടോ, അതായത് കൂദാശകളിലുള്ള പങ്കാളിത്തം. അതിനകത്ത് പ്രധാനമായ കൂദാശയാണ് കുമ്പസാരവും കുർബാനയും. 2 കൂദാശ. ആ കൂദാശകളിൽ നമ്മൾ പങ്കെടുത്ത് കഴിയുമ്പോൾ ഒന്ന് കുമ്പസാരം നമ്മളെ വിശുദ്ധീകരിക്കും. അപ്പൊ ആ വിശുദ്ധീകരണം ലഭിക്കുന്നത് വഴി നമുക്ക് തിന്മയുടെ അടിമത്തിൽ നിന്ന് മോചനം തേടി നമ്മുടെ ജീവിത പങ്കാളിയുമായിട്ട് കുറച്ചുകൂടി സ്നേഹത്തിൽ വർത്തിക്കാനായിട്ട് സാധിക്കും. അതുപോലെ കുർബാന, വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ വിശുദ്ധി എന്നാണെന്നറിയാമോ? യു എക്സ്പീരിയൻസ് ദ ലവ് ഓഫ് ഗോഡ്. ദൈവത്തിന് സ്നേഹം അനുഭവിക്കുക വിശുദ്ധ കുർബാനയിൽ. അപ്പൊ ആ കുർബാനയുടെ സാന്നിധ്യം കുടുംബജീവിതത്തിൽ ഉണ്ടെങ്കിൽ വിശുദ്ധീകരണം നടക്കും. കുർബാന എന്ന് പറഞ്ഞാൽ മൊത്തം സ്നേഹമാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്ന പോലെ ക്രിസ്തുവിന്റെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്നുള്ള പാട്ടാണ് കുർബാന. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് സ്നേഹിക്കപ്പെടുമ്പോഴല്ലേ നിങ്ങളുടെ കൂടെയുള്ള ആളെ സ്നേഹിക്കാൻ എളുപ്പം, അല്ലേ? ഫസ്റ്റ് യു നീഡ് ടു ബി ലവ്ഡ്. അത് ദൈവം ചെയ്തു നമ്മളിത്.
ദൈവം നമ്മളെ സ്നേഹിച്ചു, സൃഷ്ടിച്ചു, രക്ഷിച്ചു. ആൻഡ് വി എക്സ്പീരിയൻസ് ദാറ്റ് ലവ് എസ്പെഷ്യലി ത്രൂ ദ ഹോളി യൂക്കറിസ്റ്റ്, വിശുദ്ധ കുർബാനയില്. അപ്പൊ ഒരു ക്രിസ്ത്യാനിയുടെ വിശുദ്ധീകരണത്തിന് ഏറ്റവും വലിയ മാർഗ്ഗമാണ് കുർബാന. അത് വിവാഹത്തിലേക്ക് വന്നു കഴിയുമ്പോൾ വിവാഹമാകുന്ന കമ്മ്യൂണിയൻ, രണ്ടുപേരും തമ്മിലുള്ള ബന്ധം വിശുദ്ധ കുർബാനയിൽ ക്രിസ്തുവുമായുള്ള ബന്ധത്തിലൂടെ നവീകരിക്കപ്പെടുകയാണ്. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ആ ഹൃദയം ജ്വലിച്ചത് നിങ്ങൾ കണ്ടില്ലേ? അല്ലെ? കണ്ണുകൾ തുറന്നത് കണ്ടില്ലേ? അവൻ വചനം വ്യാഖ്യാനിച്ചു കൊടുത്ത്, അല്ലെ? അപ്പം വെച്ചു കൊടുത്തപ്പോ. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തില് ഈ കുർബാനയിലൂടെ വിശുദ്ധീകരണം നടക്കും. ഇപ്പൊ നിങ്ങൾ ചില ദമ്പതികളെ ഞാൻ കണ്ടിട്ടുണ്ട്, രണ്ടുപേരും ഒരുമിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. ഇനി ചിലർക്ക് ജോലിയുടെ ഭാഗം കൊണ്ടൊന്നും എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റില്ല. പക്ഷെ ചിലപ്പോൾ ആരെങ്കിലും ഒരാൾ പങ്കെടുക്കും, പക്ഷെ മറ്റേ ആളെയും കൂടി സ്പിരിച്വൽ ആയിട്ട് കൊണ്ടുപോകും. അത് അങ്ങനെയാണ് അവരുടെ ബന്ധം. ഇനി അതൊന്നും പറ്റിയില്ലെങ്കിൽ ഞായറാഴ്ച തന്നെയെങ്കിലും വിശുദ്ധ കുർബാനയിൽ ആത്മാർത്ഥമായിട്ട് പങ്കെടുത്ത് വളരും. ഇതെല്ലാം വിശുദ്ധി പ്രാപിക്കാനുള്ള ഒരു സെറ്റ് ഓഫ് മാർഗങ്ങളാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതുകൊണ്ട്. ഓക്കെ, ഒന്നാമത്. രണ്ടാമത്തത്, വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് നിങ്ങളുടെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് നിങ്ങളുടെ ജീവിത പങ്കാളി വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ സാധിക്കും. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണം കഴിച്ചാലുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് നിങ്ങളുടെ മുറിവുകൾ സുഖപ്പെടാനുള്ള സാധ്യതയുണ്ട്, ഇല്ലേ? ഇപ്പൊ ചെറുപ്പത്തില് നിങ്ങൾക്ക് ഫ്രാൻസിസ് ഏട്ടൻ അല്ലെ? ഫ്രാൻസിസ് ആൻഡ് റാണിയില്ലേ? നിങ്ങൾ ചെറുപ്പത്തിൽ വളർന്നു വന്നപ്പോ എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ ചെറിയ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാവൂല്ലോ, മനുഷ്യരല്ലേ? അല്ലേ? സ്നേഹിക്കപ്പെടാത്തതിന്റെയോ അല്ലെങ്കിൽ ചിലപ്പോൾ ചില തെറ്റിദ്ധരിക്കപ്പെട്ടതിന്റെയോ ഒക്കെ മുറിവുകൾ ഉണ്ടാവും. കല്യാണം കഴിച്ചു കഴിയുമ്പോൾ ജീവിത പങ്കാളിയുടെ സ്നേഹം വഴി ആ മുറിവൊക്കെ ഉണങ്ങൂലേ? ഉണങ്ങും. ചിലരുടെ വളരെ മോശവും, ചിലരുടെ മുറിവ് ഉണങ്ങും. അതിനുള്ള സാധ്യതയുണ്ട്. ഈ വിവാഹത്തിലെ സ്നേഹത്തിന് സുഖപ്പെടുത്താനുള്ള കഴിവുണ്ട്. ഹീലിംഗ്, സൈക്കോളജിക്കൽ ഹീലിംഗ് മാത്രമല്ല, ഈവൻ സ്പിരിച്വൽ ഹീലിംഗ്. യു ബിക്കം എ ബെറ്റർ പേഴ്സൺ ത്രൂ ലവ്. സ്നേഹമല്ല എല്ലാത്തിന്റെയും ഏറ്റവും വലിയ ഔഷധം എന്ന് പറയുന്നത്. സോ വെൻ യു ആർ ലവ്ഡ് ബൈ യുവർ പാർട്ട്ണർ, യു ആർ ഹീൽഡ്. അല്ലേ? അപ്പൻ സ്നേഹിച്ചിട്ടില്ല, ഭർത്താവ് പൊന്നുപോലെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ അപ്പൻ സ്നേഹിക്കാത്ത മുറിവ് പോയില്ലേ? ഓലോ, ശരിയല്ലേ? ചെറുപ്പത്തിൽ ഞാൻ വളർന്നു വന്നപ്പോൾ എന്നെ കുറിച്ച് എപ്പോഴും എന്റെ വീട്ടിൽ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. ചേട്ടൻ മിടുക്കനായിട്ട് പഠിക്കുമായിരുന്നു, ഞാൻ അത്ര പഠിക്കില്ലായിരുന്നു, അതുകൊണ്ട് ഇവൻ പൊട്ടനാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോൾ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ചേട്ടൻ ഒരു പക്ഷെ പഠനത്തിൽ വീക്കായിരിക്കാം, പക്ഷെ ചേട്ടന് വേറെ ചില കഴിവുകളുണ്ട്. യു ആർ സ്മാർട്ട്, യു ക്യാൻ ഡു ഇറ്റ് ആൻഡ് ഐ ക്യാൻ സപ്പോർട്ട് യു എന്നൊക്കെ പറഞ്ഞപ്പോ ഞാനങ്ങ് എക്സൽ ചെയ്യാൻ തുടങ്ങി. അല്ലേ? വിശുദ്ധീകരണം അല്ലേ അത്? സോ എന്റെ പാസ്റ്റ് വൂൺസിനെ ഹീൽ ചെയ്യാനുള്ള കഴിവ് സ്നേഹത്തിനുണ്ട്. അതുപോലെ തന്നെ എന്നെ പെർഫെക്റ്റ് ആക്കാനുള്ള കഴിവ് സ്നേഹത്തിനുണ്ട്. എന്റെ ചിലപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ചില സാധ്യതകളെ ഉണർത്താനുള്ള കഴിവ് സ്നേഹത്തിനുണ്ട്. അതെങ്ങനെ? ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ പെരുമാറ്റം മറ്റൊരാളെ 3 വിധത്തിൽ സ്വാധീനിക്കും. 3 വിധത്തിൽ. അത് മോഡേൺ മനഃശാസ്ത്രം വെച്ചിട്ട് പറയുകയാണെങ്കിൽ 3 വിധത്തിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സൈക്കോ അനലിറ്റിക്കലായിട്ട് പറയും. സൈക്കോ അനലിറ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ നിങ്ങൾക്ക് മിസ് ചെയ്ത കാര്യം നിങ്ങളുടെ പാർട്ട്ണർ ഒരു തെറാപ്പിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾ സുഖപ്പെടും. കറക്റ്റ് അല്ലേ? അതായത് നിങ്ങൾക്ക് മിസ് ചെയ്ത കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടത്ര പോലെ അപ്രീസിയേഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ അത്രയും നാൾ ആബ്സെന്റ് ആയിരുന്നത് ആ കാര്യം കിട്ടുകയാണ്. സോ യു ഫ്ലറിഷ്. നിങ്ങൾ വിശുദ്ധിയിലേക്ക് വളരും. ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, അതായത് സ്നേഹം കിട്ടാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പെട്ടെന്ന് ദേഷ്യപ്പെടും, സ്വാഭാവികമാണ്. അപ്പൊ നമ്മൾ ആ സ്നേഹം സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ദുശീലം മാറിക്കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോ ഈ പെരുമാറ്റത്തിലൂടെ വിശുദ്ധീകരിക്കും എന്ന് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ എന്താണോ മിസ്സിംഗ് ആയിട്ടുള്ളത് അതിനെ നമ്മുടെ പെരുമാറ്റം വഴി സപ്ലൈ ചെയ്യാം. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ വിവാഹത്തില് 2 വ്യക്തികൾ തമ്മിലുള്ള സ്നേഹത്തില്
മോട്ടിവേറ്റിംഗ് പവർ ഉണ്ട്. മോട്ടിവേറ്റിംഗ് പവർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യം ചെയ്യാനുള്ള പ്രചോദനം, അല്ലെ? നിങ്ങൾ ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ചില റിവാർഡ് കൊടുക്കില്ലേ? റിവാർഡ്. ഇനി ചില നല്ല കാര്യം ചെയ്തില്ലെങ്കിൽ ചെറിയൊരു പണിഷ്മെന്റ് കൊടുക്കൂലേ? പണിഷ്മെന്റ് മീൻസ് നെഗറ്റീവ് സ്ട്രോക്ക് കൊടുക്കൂലേ? നല്ലതല്ലേ അത്? അല്ലെ? പോസിറ്റീവ് സ്ട്രോക്ക് നെഗറ്റീവ് സ്ട്രോക്ക് ബാലൻസ് ചെയ്ത് കൊടുത്താൽ വളരെ നല്ലതാ. അപ്പൊ നിങ്ങളുടെ പാർട്ട്ണർ ഒരു നല്ല കാര്യം ചെയ്തു, നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ആ നല്ല കാര്യം വീണ്ടും വീണ്ടും ചെയ്യാനുള്ള പ്രേരണ വരെയാണ്. അപ്പൊ അയാൾ ആ നന്മയിൽ വളരൂല്ലേ? അല്ലേ? ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ച സ്ത്രീക്ക് അവരുടെ അമ്മയോട് ഭയങ്കര വെറുപ്പുണ്ടെന്ന് കരുതുക. ഭയങ്കര വെറുപ്പ്. കാരണം അമ്മ വളരെ മോശമായിട്ടൊക്കെ ഇവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ചെറുപ്പത്തിലെ. അതിന്റെ ദേഷ്യത്തൊക്കെ എടുക്കുകയാണ്. പക്ഷെ നിങ്ങളുടെ പെരുമാറ്റം വഴി നിങ്ങൾ അവരെ ചെറിയ ചെറിയ നന്മ അമ്മയ്ക്ക് ചെയ്തു കൊടുക്കാനും അത് ചെയ്യുമ്പോൾ നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ അമ്മയോടുള്ള ബന്ധം വളരുമില്ലേ? സോ രണ്ടാമത്തെ വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബിഹേവിയർ തെറാപ്പി. ബിഹേവിയർ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ നന്മകൾ ചെയ്യാനായിട്ട് നിങ്ങൾ പ്രോത്സാഹനം കൊടുക്കുക. അത് ചെയ്ത് കഴിയുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യും, അപ്പൊ വീണ്ടും അടുത്ത് ചെയ്യും. അതാണ് ഒരു വഴി. പിന്നെ മൂന്നാമത്തെ ഒരു മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഗ്നിറ്റീവ് തെറാപ്പിയാണ്. കോഗ്നിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും വളർന്നു വന്നപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഒരു ഡിസ്കഷനിൽ കണ്ടതുപോലെ ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ട്. ആ ബിലീഫ് സിസ്റ്റത്തെ നിങ്ങൾ അഡ്രസ് ചെയ്യാണ്. അതിനകത്തുള്ള കോൺട്രഡിക്ഷൻസ് നിങ്ങൾ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ചിന്താ മണ്ഡലത്തിൽ അവരെ നിങ്ങൾ ഗൈഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ വിശദീകരിക്കപ്പെടും. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വീട്ടിൽ ഭർത്താവ് വളർന്നു വന്ന വീട്ടിൽ അപ്പനാണ് ഭരിക്കുന്നത്. അയാൾ അപ്പനിലൂടെ കണ്ടുപഠിച്ചേക്കണ ബിലീഫ് സിസ്റ്റം എന്താണെന്നറിയാമോ? ഒരു പുരുഷനാണ് ഭരിക്കേണ്ടത്, തീരുമാനമൊക്കെ എടുക്കേണ്ടത് പുരുഷനാണ്, സ്ത്രീ വിധേയപ്പെട്ട് നിൽക്കണം. ഇതാണ് പഠിച്ചു വെച്ചത് ഒരു പുരുഷൻ. അയാൾ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ അയാളുടെ ആ ബിലീഫ് സിസ്റ്റം അയാളുടെ ഒരു പ്രത്യേക ബിഹേവിയറിലേക്ക് കൊണ്ടുവരും. എപ്പോഴും ഇങ്ങനെ അടക്കി ഭരിക്കണ ഭർത്താവ്. അപ്പൊ ഭാര്യ അതിനെ സ്നേഹപൂർവ്വം ആ ബിലീഫ് സിസ്റ്റത്തെ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അയാളുടെ പെരുമാറ്റത്തിൽ മാറ്റം വരും. സോ ദാറ്റ്സ് കോൾഡ് കോഗ്നിറ്റീവ് അപ്രോച്ച്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഈ വിവാഹത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ നേരത്തെ സൂചിപ്പിച്ച വലിയ ആഴമുള്ള ബന്ധമാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ല ട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുറിവ് തുറന്നു വെക്കാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ കണ്ടിട്ടില്ല, നമ്മളൊരു രോഗിയാവുമ്പോൾ നമുക്കൊരു പക്ഷെ നമ്മുടെ ഒരു സ്വകാര്യ ഭാഗത്ത് ഒരു മുറിവുണ്ടെന്ന് കരുതുക. നമ്മൾ രോഗിയായി, നമ്മൾ കൊണ്ടുപോയി ഡോക്ടറുടെ മുമ്പിൽ ആ സ്വകാര്യ ഭാഗം തുറന്നു വെക്കില്ലേ? കാരണം എന്താ? ഹീൽ ചെയ്യപ്പെടുന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ട്. കറക്റ്റ് അല്ലേ? അയാൾ എന്നെ അതിന്റെ പേരിൽ കളിയാക്കില്ല എന്നുള്ളതുകൊണ്ട്, മുൻവിധിയോടെ കാണൂല എന്നുള്ളതുകൊണ്ട്, ജഡ്ജ് ചെയ്യില്ല എന്നുള്ളതുകൊണ്ട്. വിവാഹബന്ധത്തിൽ അപ്രകാരം ഒരു സ്നേഹബന്ധം വന്നു കഴിയുമ്പോൾ യു ഓപ്പൺ അപ്പ് യുവർ സെൽഫ്. അവിടെ ഹീലിംഗ് ചെയ്യാനുള്ള ഈ എന്താ പറയുക, സൗഖ്യം കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണ് ദമ്പതികൾ വിശദീകരിക്കപ്പെടുന്നത്. അപ്പൊ മൂന്നാമത്തെ കാര്യമാണ് പെരുമാറ്റം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ദമ്പതികളുടെ വിശുദ്ധീകരണം നടക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത്, നിങ്ങളെ ഏൽപ്പിച്ച കാര്യം നിങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുന്നത് വഴിയാണ്. ആരെ ഏൽപ്പിച്ചത്? ദൈവം ഏൽപ്പിച്ചത്. എല്ലാ കാര്യം വിജയിക്കില്ല. ഒരുപക്ഷെ ചില ഭാര്യമാർക്ക് അവരുടെ ഭർത്താവിനെ മദ്യപാനത്തെ മോചിപ്പിക്കാൻ പലത് ചെയ്തിട്ടും പറ്റാതെ പോയിട്ടുണ്ട്. There are certain disorders that possibly never can be healed. Disorders. അപ്പോ നിങ്ങൾ വിവാഹം ചെയ്ത ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു ഡിസോർഡർ ഉണ്ട്. അപ്രകാരം നിങ്ങൾ പലത് ശ്രമിച്ചിട്ട് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഫങ്ഷൻ. അങ്ങനെ ഒന്നും വരുന്നില്ല. ബട്ട് നിങ്ങൾ വിശ്വസ്തയോടുകൂടെ ആ മനുഷ്യനെ സ്നേഹിക്കുകയാണ്. ആ മുറിവുകളോടുകൂടെ അയാളെ സ്നേഹിക്കുകയാണ്. And there is a lot of sacrifice in your life. And that is a way to holiness. അത് നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന വലിയൊരു കാര്യം. നിങ്ങളുടെ ത്യാഗം എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനകത്ത് കൊടുക്കുന്ന വിശ്വസ്തത, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. വിജയിച്ചോ എന്നുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ വിശ്വസ്തരായിരുന്നോ എന്നുള്ളത്. അതാണ് മദർ തെരേസ പറയുന്നത്. എല്ലാം ചെയ്ത് നമ്മൾ വിജയിച്ച നിർബന്ധമൊന്നുമില്ല, പക്ഷെ വിശ്വസ്തരായിരുന്നോ എന്നുള്ളത്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ നിങ്ങൾ ഇതുപോലെ ഏറ്റെടുക്കുന്ന ത്യാഗങ്ങളുണ്ട്. നിങ്ങളുടെ പാർട്ട്ണറെ സ്നേഹിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന പരിശ്രമങ്ങളുണ്ട്. വിശ്വസ്തത, അത് നിങ്ങളെ വിശുദ്ധീകരിക്കും.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രായമായി വരുന്തോറും നല്ല തങ്കപ്പെട്ട സ്വഭാവത്തിന്റെ ഉടമയായിട്ട് മാറുന്നു. പക്ഷെ ഓർക്കണം കേട്ടോ, ഇതിന് നേരെ തിരിച്ചുള്ള സാധ്യതയും വളരെ കൈയാണ് കേട്ടോ. മനസ്സിലായി? ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആളാണ്. എന്റെ സ്വഭാവം ഞാൻ വിചാരിച്ചാൽ നന്നാവും. പക്ഷെ നിങ്ങൾ രണ്ടുപേരുടെ ഒരുമിച്ച് ഇഴുകിച്ചേർന്ന് ജീവിക്കാണ്. നിങ്ങൾ ഒരാൾ വിചാരിച്ചാൽ ചിലപ്പോൾ നന്നാവാൻ അത്ര എന്നെ പോലെ അത്ര എളുപ്പമായിരിക്കില്ല. ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ കൂടെയുള്ള ഒരാൾ എപ്പോഴും നിങ്ങളെ പിന്നാലെ നിന്നിട്ട് നീ നന്നാവില്ല, നീ നന്നാവില്ല, നീ നന്നാവില്ല, നീ നന്നാവില്ല എന്ന് കൂടെ നടന്ന് പറഞ്ഞാൽ എന്തോരവസ്ഥ. അങ്ങനെ പറയണ ഒരാളുടെ കൂടെ നിന്നിട്ട് വളരുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റിയലി ഹീറോയിക്. വലിയ ഒരു സാഹസികതയാണത്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിന് വളരാനുള്ള സാധ്യതയുണ്ട്, വളരാതിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷെ നമ്മൾ ഗ്രേസ് റിപ്പൽസ് ചേരുമ്പോൾ വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആ വിളിക്കപ്പെട്ടതിന്റെ വ്യത്യസ്തമായ വഴികളാണ് നമ്മളിപ്പോൾ ഇത്ര നേരം കണ്ടത്. ഞാൻ പ്രധാനമായും പറഞ്ഞത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് വഴി ലഭിക്കുന്ന പ്രയർ ലൈഫ്, വചനം, കൂദാശകൾ. രണ്ടാമത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വഴി നമുക്ക് ലഭിക്കുന്ന പെരുമാറ്റം, സ്നേഹസമസ്തമായ പെരുമാറ്റം. ആ പെരുമാറ്റം വഴി നമ്മുടെ പങ്കാളിയെ 3 വിധത്തിൽ നമ്മൾ വിശുദ്ധീകരിക്കണം. മൂന്നാമത്തത് നമ്മൾ വിശ്വസ്തയോടുകൂടി ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് നമുക്ക് നൽകുന്ന ഒരു വിശുദ്ധീകരണം. അങ്ങനെ നമ്മുടെ രക്ഷയും ആത്മാവിന്റെ രക്ഷയും മറ്റുള്ളവരുടെ കൂടെയുള്ളവരുടെ ആത്മാക്കളുടെ രക്ഷയും നമ്മൾ ഉറപ്പാക്കണം. ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് വരികയാണ് ചെയ്യും. ഓക്കെ, ഇത്രയും ഞാൻ പറഞ്ഞിട്ട് ഇനി നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ അവസരം തരികയാണ്. ആരാണ് തുടങ്ങുന്നത്? ജോളി ആൻഡ് ലൈനി, യു ജസ്റ്റ് ഷെയർ ഇൻ യുവർ ഓൺ ലൈഫ്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ വിഷയം ഉണ്ടല്ലോ, നിങ്ങൾ ഈ വിശുദ്ധിയിലേക്ക് നന്മ ചെയ്യുന്ന നന്മയുടെ പൂർണ്ണതയിലേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മളെല്ലാവരും നന്മയുടെ പൂർണ്ണത ഒന്നും എത്തിയിട്ടില്ല കേട്ടോ, ഒന്നും എത്തിയിട്ടില്ല. വി ആർ ഇംപെർഫെക്റ്റ് പീപ്പിൾ, നോ ഡൗട്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം പണ്ടത്തേക്കാൾ കുറച്ചൊരു ബെറ്റർ ആയിട്ടുണ്ട്. അതെങ്ങനെയാണ് ഞങ്ങളോടൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. എന്തായാലും കല്യാണത്തിന് മുമ്പുള്ള ഒരു സാഹചര്യമല്ല. ലൈനി ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പല കാര്യങ്ങൾക്കും ഒരു അടുക്കും ചിട്ടയൊക്കെ വന്നു. പോരായ്മകളുള്ളപ്പോൾ അത് പറഞ്ഞു തരാൻ, അത് സ്നേഹത്തോടെ പറയുമ്പോൾ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. മുമ്പ് അപ്പനും അമ്മയൊക്കെ ഉള്ള കുടുംബത്തിലായിരിക്കുമ്പോൾ പലതരത്തിലുള്ള വഴക്കുകളാണ് എപ്പോഴും ഉണ്ടാകാറുള്ളത്. അപ്പൊ സ്നേഹത്തോടെയുള്ള ഒരു തിരുത്തലുകൾ നമ്മളുടെ മനസ്സിനെ ഏറെ സ്പർശിച്ചിട്ടുണ്ട്. അത് തിരുത്താനുള്ള ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ പ്രാർത്ഥനാ ജീവിതം എന്നുള്ളത് പലപ്പോഴും സാധിക്കാറില്ല. എന്നാലും പരമാവധി സമയങ്ങളിലൊക്കെ ഒരുമിച്ച് പ്രാർത്ഥന ചൊല്ലാറുണ്ട്. പരസ്പരം വളരാനായിട്ട് എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുത്ത് ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട്, അവൾക്ക് ചെറുപ്പകാലത്തൊക്കെ എന്തൊക്കെ കിട്ടാതിരുന്നു ആ കാര്യങ്ങളെല്ലാം എന്നിലൂടെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതും തിരിച്ചും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ലൈനി. എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കല്യാണത്തിന് മുമ്പ് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പം അതിന് കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് അത് കൺട്രോൾ ചെയ്യാനും അതിനെ തിരുത്താനൊക്കെ ഒരുപാട് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴെന്ന് പറഞ്ഞാൽ ഇവരുടെ വീട്ടില് 2 ആൺമക്കളാണ് ഉള്ളത്. അപ്പം അമ്മച്ചിയും അപ്പച്ചനും ജോലിക്കാര്. അപ്പെന്ന് പറഞ്ഞാൽ ഒരു പ്രാർത്ഥനാ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റൈല് കുറവായിരുന്നു. അല്ലെ സന്ധ്യാപ്രാർത്ഥന അങ്ങനെയുള്ളതൊക്കെ വളരെ കുറവായിരുന്നു. അപ്പൊ അതെനിക്ക് കൂടുതൽ അതിലേക്ക് കൊണ്ടുവരുന്നതിനും പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് എത്തിക്കുന്നതിനും എന്നും പള്ളിയിൽ കൊണ്ടുപോകുന്നതിനൊക്കെ അതിന് വളരെ സാധിച്ചു. അതിലെനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക്, ഒരു പ്രാർത്ഥനാ കുടുംബത്തിലേക്ക് ആ കുടുംബത്തെ തന്നെ മൊത്തം കൊണ്ടുവരാനായിട്ട് സാധിച്ചു. നമ്മൾ ദൈവമായുള്ള ബന്ധം കൂടിയല്ലേ കല്യാണം അതെ, കഴിഞ്ഞ ശേഷം? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ, വെരി ഗുഡ്. കൊള്ളാം കേട്ടോ, ഗുഡ്. ഞങ്ങൾ ജീവിച്ചിരുന്ന സാഹചര്യം ഏറ്റവും പള്ളിയോട് അടുത്ത്, എല്ലാവരും പള്ളിയായിട്ട് എപ്പോഴും ബന്ധപ്പെട്ട് പള്ളിയിൽ നിന്ന് എണീക്കില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിൽ ജീവിച്ച് പെട്ടെന്ന് ഇവിടെ വന്നപ്പോ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ആദ്യം ഒത്തിരി വിഷമം തോന്നി. പിന്നെ എല്ലാവരെയും അതിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അതിൽ ഒത്തിരി സന്തോഷമാണ്. ദാറ്റ് ഈസ് ഗുഡ്. ഓക്കെ, കൊള്ളാം, ഗുഡ്. ഫ്രാൻസിസ് ആൻഡ് റാണി, നിങ്ങളുടെ അനുഭവം ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമോ? ഹീൽ ചെയ്യുന്ന ലവ് എന്ന് പറഞ്ഞിട്ടില്ലേ? കേൾക്കാവോ? കേൾക്കാം. ഹീൽ ചെയ്യുന്ന ലവ്, ഹീലിംഗ് ലവ്. ഹീൽ ചെയ്യുന്ന
എന്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ 7ാം ക്ലാസ് മുതൽ ഹോസ്റ്റലിലായിരുന്നു. എന്റെ പേരൻസ് രണ്ടുപേരും ടീച്ചേഴ്സ് ആയിരുന്നു. അവര് നൈജീരിയക്ക് പോയി. അപ്പൊ 7ാം ക്ലാസ് മുതല് പിന്നെ ഡിഗ്രി, PG, B.Ed, ജോലി ഒക്കെ ഞാൻ ഹോസ്റ്റലിലായിരുന്നു. കല്യാണത്തിന്റെ ഏറ്റവും 2-3 ദിവസം മുമ്പാണ് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പലപ്പോഴും വെക്കേഷനൊക്കെ വീട്ടിൽ വരുന്നത്. അപ്പൊ എനിക്ക് എന്റെ കുഞ്ഞുനാൾ ആലോചിക്കുമ്പോൾ എനിക്ക് അത്ര ഇങ്ങനെ പേരൻസിന്റെ ഒരു സ്നേഹം എനിക്ക് ഒട്ടും കിട്ടിയിട്ടില്ല. കാരണം അവര് നമുക്ക് വേണ്ടി പോയതാണ്. പക്ഷെ 2 വർഷം കൂടുമ്പോഴൊക്കെ വെക്കേഷൻ 1 മാസമൊക്കെ വരും. പക്ഷെ എനിക്ക് എന്റെ ചൈൽഡ്ഹുഡ് എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഫ്രാൻസിസിന്റെ കൂടെ വന്ന പിന്നെ ഫ്രാൻസിസ് എന്നെ ഭയങ്കരമായിട്ടൊരു പ്രൊട്ടക്ഷൻ, സ്നേഹം ഒക്കെ തന്നപ്പോ എനിക്ക് അതൊക്കെ എനിക്ക് ഭയങ്കര എന്റെ മനസ്സിലെ മുറിവായിരുന്നു. കാരണം എന്റെ മക്കളെ ഇതുപോലെ ഹോസ്റ്റലിൽ നിർത്താൻ വന്നപ്പോ ഞാൻ സമ്മതിച്ചില്ല. എല്ലാരും പറഞ്ഞ് നവോദയയിൽ വിടണം, ഹോസ്റ്റലിൽ വിടാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വിടില്ല, ഞാൻ അനുഭവിച്ചത് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഫ്രാൻസിസുമായിട്ട് ചേർന്ന് കഴിഞ്ഞിട്ട് ഫ്രാൻസിസ് തന്നെ അത്രയ്ക്ക്, ഞാൻ എപ്പോഴും പറയും എന്റെ അമ്മയെ പോലെയാണെന്ന് ഞാൻ പറയും ഫ്രാൻസിസ്. എനിക്ക് അമ്മയുടെ കയ്യിൽ നിന്നും എന്റെ കയ്യിൽ നിന്നും കിട്ടാത്ത സ്നേഹവും കരുതലും വാത്സല്യവും ഒക്കെ എനിക്ക് ഫ്രാൻസിസ് തരുന്നുണ്ട്. അപ്പൊ എനിക്ക് ശരിക്കും എനിക്ക് അന്നുണ്ടായ എന്റെ ആ ഒരു അത് എനിക്ക് ഫീൽ ചെയ്തു. ശരിക്കും അത് ഫീൽ ചെയ്തു. അതാണ് എനിക്ക് ഭയങ്കര പെട്ടെന്ന് എനിക്ക് ഓർമ്മ. ഓക്കെ ഫൈൻ, ഗുഡ്. യെസ്, ഫ്രാൻസിയായിട്ട് ഇതൊക്കെ എങ്ങനെ സാധിക്കണം? റാണി വന്നു കഴിഞ്ഞപ്പം എനിക്ക് പ്രാർത്ഥനാ ജീവിതത്തിലും കൂടുതൽ വളർച്ചയുണ്ടായി. അതിനുള്ള പ്രാർത്ഥനയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് റാണി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മള് പ്രാർത്ഥിക്കായിരുന്നു, ദൈവവിശ്വാസം ഉണ്ടായിരുന്നെങ്കിലും പ്രാർത്ഥനയ്ക്കുള്ള സമയവും അവസരങ്ങളും നമ്മൾ കണ്ടെത്തുന്നത് കുറവായിരുന്നു. പക്ഷെ അങ്ങനെ നല്ലൊരു ചേഞ്ച് ഉണ്ടായി. രാവിലെ എഴുന്നേൽക്കാൻ പ്രാർത്ഥിക്കണം, കിടക്കാൻ നേരത്തെ പ്രാർത്ഥിച്ചേ കിടക്കാറുണ്ട്, കുടുംബ പ്രാർത്ഥനകളിൽ സജീവ സാന്നിധ്യം ഉണ്ടാവണം എന്നൊക്കെയുള്ള അത് ആ പ്രാർത്ഥന നമ്മളെ വളർച്ചയിലേക്ക് നയിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, വെരി ഗുഡ്. കേട്ടോ, അപ്പൊ രണ്ടുപേരും കല്യാണം കഴിച്ച ശേഷം സ്വഭാവം കുറച്ചുകൂടി മെച്ചപ്പെടുത്തി. വെരി ഗുഡ്. കേട്ടോ, ഗുഡ്, അഭിനന്ദനങ്ങൾ. യെസ്, നൗ യെസ്. എനിക്കിതുപോലെ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമായിരുന്നു. ചിലപ്പോ എന്റെ ആയുധ വിഷമം കൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷെ ഇപ്പൊ എനിക്ക് ആ ദേഷ്യമുള്ള സാധനമേ ഇല്ല. നമ്മള് കുറച്ചുകൂടി ശാന്ത സ്വഭാവത്തിലേക്ക് വന്നു അല്ലേ? ഗുഡ് 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 ഗുഡ്. യെസ്, അതാണ് ഈ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ചിലരുണ്ടല്ലോ ഒത്തിരിയേറെ മാറും, നല്ല മാറ്റങ്ങൾ വരും. ചിലര്, എല്ലാവരും അല്ലാട്ടോ, ചിലര്. പക്ഷെ അതൊരു കൃപയാണ്. ഓക്കെ, ഗുഡ്. നൗ സഞ്ജിത്ത് ആൻഡ് ബിൻഷ അല്ലേ? യെസ്. നേരത്തെ പറഞ്ഞു നീ എന്തെങ്കിലും ആഡ് ചെയ്യാനായിട്ട്? ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാലേ, നമ്മുടെ ഇപ്പൊ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് അറിയാവുന്നൊരു ഫാമിലി, അവര് ഭയങ്കര ബോണ്ടിങ് ആയിരുന്നു. ഞങ്ങളുടെ കാര്യമല്ല, വേറൊരു ഫാമിലിയുടെ കാര്യമായിരുന്നു. അത് നല്ല ബോണ്ടിങ് ആയിരുന്നു എല്ലാ കാര്യത്തിലും, പ്രൊഫഷണലി ആണെങ്കിലും പേഴ്സണലി ആണെങ്കിലും. ബിസിനസ് പരമായിട്ട് ഞങ്ങള് പേഴ്സണലി ആയിട്ട് ആ ഫാമിലിയിൽ വളരെ അടുത്ത് പെരുമാറിയിരുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ ആ ചേട്ടൻ കഴിഞ്ഞ 2-ാം തീയതി നമ്മൾ വിട്ടുപോയി. അദ്ദേഹത്തിന് ക്യാൻസർ വന്നു, പെട്ടെന്ന് സ്പ്രെഡായി. 46 വയസ്സേ ഉള്ളൂ. അപ്പൊ അന്നേരം ഉണ്ടാവുന്ന ഒരു വേർപാടിന്റെ ഒരു ദുഃഖം നമ്മളെപ്പോഴും അതൊരു നമ്മുടെ ജീവിതത്തിലും എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാവും. നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കാൻ പോകുന്നതാണ്. അപ്പൊ വളരെ കുറച്ച് സമയം ഇവിടെ ഉള്ളൂ നമുക്ക് ഞങ്ങൾ രണ്ടുപേർക്കും ഇവിടെ ഒരുമിച്ചിരിക്കുക ഒരു ചെറിയ ടൈം ഫ്രെയിമേ ഉള്ളൂ. അപ്പൊ അന്നേരം നമ്മൾ മാക്സിമം അത് പ്രയോജനപ്പെടുത്തണം. തിരിച്ചറിവ് ഈ ഒരു മരണത്തിന്റെ ബേസിസിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാരണം അവര് അത്രയും ബോണ്ടിങ് ഉള്ള ഒരു ദമ്പതിമാരായിരുന്നു. അപ്പൊ അതും കൂടെ ഒരു ടൈം ഫ്രെയിം നമുക്ക് തന്നിട്ടുണ്ട്. ദൈവം നമുക്കൊരു ടൈം ഫ്രെയിം ഈ ലോകത്ത് തന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ടൈം ഫ്രെയിമില് ഇങ്ങനെ ഒരു പങ്കാളിയെ നമുക്ക് കൂടെ കിട്ടുമ്പോൾ അത് നമ്മള് ദൈവത്തിലേക്ക് വളരാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, അല്ലെങ്കിൽ ദൈവത്തിലേക്ക് വളരാനുള്ള ഒരു മാർഗമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ആ സമയം നമ്മൾ പാഴാക്കരുത്. വെരി ഗുഡ്, വെരി ഗുഡ്. അത് നല്ലൊരു കാഴ്ചപ്പാടാണ്. അതായത് നമുക്കൊരു ടൈം ഫ്രെയിം ഉണ്ട്. നമ്മൾ എന്നേക്കും വേണ്ടി ഭൂമി ജീവിക്കാൻ പോകുന്നില്ല. പിന്നെ ഈ തനിയെ നമുക്ക് വിശുദ്ധനാവാനും പറ്റൂല കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ. ഞങ്ങൾക്കൊക്കെ ആവാൻ പറ്റും, പക്ഷെ നിങ്ങൾക്ക് ആവാൻ പറ്റൂല. നിങ്ങൾക്ക് ഒരുമിച്ച് ആവാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് നന്നായിട്ട് പ്രയോജനപ്പെടുത്തണം. ദാറ്റ് ഈസ് ഗുഡ്. കേട്ടോ, ബിൻഷ, യു ഹാവ് സംതിങ് ടു ആഡ് മോർ? എന്തെങ്കിലും ഉണ്ടോ?
ഇതൊക്കെ തന്നെയാണ്. കേൾക്കുന്നില്ല, എനിക്ക് തോന്നുന്നത് ഇയർപോഡ് മാറ്റി. ആ പറഞ്ഞു. ആ. അതുപോലെ തന്നെ നമ്മളെ ശീലങ്ങളെ രീതികളിലൊക്കെ ഈ പറഞ്ഞ പോലെ അങ്ങോട്ട് ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ അഭിപ്രായം നമ്മൾ ചെയ്യുന്നത് അതുവരെ ചെയ്തിരുന്നത് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാനും അഭിപ്രായങ്ങൾ പറഞ്ഞ് നമ്മളെ മാറ്റാനും കുറച്ചുകൂടി പോസിറ്റീവായി ചിന്തിക്കാനൊക്കെ സഞ്ജിത്ത് ജീവിതത്തിൽ വന്നാൽ പിന്നെ സഹായിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ഞാൻ കുറച്ച് നാട്ടുപ്രദേശത്താണ്, അപ്പൊ അതിന്റെ രീതികളും കുറച്ച് വലിയ സ്വഭാവമൊക്കെ ആയിരുന്നു. അത് കുറച്ചൊക്കെ സഞ്ജന്റെ കൂടെ കൂടിയപ്പോ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല, ഫ്രീ ആയിട്ട് ചിന്തിക്കാനുള്ള രീതിയിലൊക്കെ കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്യാനും അപ്പൊ അങ്ങനത്തെ ചിന്താഗതികളിലൊക്കെ മാറ്റാനൊക്കെ ആയിട്ട് കുറെ സഹായിച്ചിട്ടുണ്ട്. ആളുടെ സപ്പോർട്ട് നമ്മളെ കുറച്ചുകൂടി ഒരു ബെറ്റർ പേഴ്സൺ ആക്കി മാറ്റിയല്ലേ? അതെ അതെ അതെ. That is good. Okay, കൊള്ളാം കേട്ടോ. Yes, now Joby and Sasna, you have something? ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ ചേട്ടൻ അപ്പച്ചനമ്മച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു താമസിച്ച് വന്നായിരുന്നത്. അപ്പൊ എന്ന് പറയുമ്പോ ഒരു ദാമ്പത്യ ബന്ധത്തിന്റെ അതിനെ കുറിച്ച് ഒരു അറിവും വ്യക്തമായിട്ട് ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ ജീസസ് യൂത്തില് പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു. അപ്പൊ പ്രാർത്ഥനാലയത്തിനെ കുറിച്ച് കുറച്ചും കൂടെ അറിയാം. ചേട്ടനാണെങ്കിൽ പ്രയറോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ സ്ഥിതി എന്താന്ന് വെച്ചാൽ ഞങ്ങൾ 2-3 വർഷങ്ങളായിട്ട് മുടങ്ങാതെ എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാന, ബൈബിൾ വായന, ജപമാല, ഇതൊക്കെയാണ് ഞങ്ങൾ ശക്തിപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. സത്യം പറഞ്ഞാൽ ആ വിശുദ്ധ കുർബാനയിലൂടെ കിട്ടിയ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച ഒരു അനുഗ്രഹം അല്ലെങ്കിൽ കൃപയായിരിക്കണം GR-ലേക്ക് ഞങ്ങൾ വരാനായിട്ട് ഇടയായത്. അപ്പൊ ആ GR-ല് വന്നേ പിന്നെയാണ് ശരിക്കും ദാമ്പത്യത്തിന്റെ ഒരു ഊഷ്മളത അല്ലെങ്കിൽ ദാമ്പത്യത്തിന്റെ പ്രാധാന്യം, ഇന്നത്തെ കാലഘട്ടത്തില് ഏറ്റവും പ്രാധാന്യമേറിയ ഒരു ഘടകം ദാമ്പത്യ ജീവിതത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ സസ്ന പറഞ്ഞതിനകത്ത് ഒരു കാര്യം, ഈ യഥാർത്ഥത്തിൽ നമ്മൾ ഈ കമ്മ്യൂണിറ്റി, സഭ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ, ഇപ്പൊ GR എന്ന് പറയുന്ന ഒരു സഭാ കൂട്ടായ്മയുടെ പ്ലാറ്റ്ഫോം ആണല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെ ആ സഭാ കൂട്ടായ്മയിൽ പങ്കുചേരുമ്പോൾ അത് നമ്മൾ വിശദീകരിക്കുന്ന ഒരു മാർഗമായിട്ട് മാറും. ദാറ്റ് ഈസ് ഫൈൻ, വെരി ഗുഡ്. ഇപ്പൊ കപ്പിൾസ് ആയിട്ട് തന്നെ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുന്ന മേഖലകളൊക്കെ ഉണ്ടല്ലോ, അതിലൂടെയും നമ്മൾ വളരെ വിശദീകരിക്കപ്പെടും. സോ ഈ വിവാഹത്തിന് ഭാര്യ-ഭർത്തൃ ബന്ധം പരസ്പരം മാത്രമല്ല, കമ്മ്യൂണിറ്റി ഡയമെൻഷൻ. ഓക്കെ, യെസ് ജോബി, യു ഹാവ് സംതിങ്? ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞങ്ങൾക്ക് ഗ്രേസ് പീപ്പിൾസിൽ വന്നതിന് ശേഷം ജീവിതത്തിലാണ് കുടുംബജീവിതത്തിൽ ധാരാളം മാറ്റങ്ങൾ വന്നു. ദേഷ്യമുള്ള സ്വഭാവം കാരണം ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇതിൽ അതിലെ കുറെ മാറ്റം വന്നു. മക്കളോടായാലൊക്കെ ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടും. കാരണം അറിഞ്ഞു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യപ്പെടും. ഇപ്പൊ അതിലൊക്കെ മനസ്സിലായി. വീട്ടിലേക്ക് ഒരു അടക്കവും ചിട്ടയായി ജീവിതത്തില്. പള്ളിയില് ഡെയിലി പോവും, സ്വീകരിക്കും. ഞങ്ങൾ ഒരുമിച്ച് പള്ളിയിൽ പോകുന്നതും കുർബാന സ്വീകരിക്കുന്നതും അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങൾ ഒരേ ലൈനിലിരിക്കാം. ഞാൻ സ്ത്രീകളുടെ സൈഡില് ബെഞ്ചില്, ചേട്ടൻ അപ്പുറത്തെ സൈഡില്. 2 വർഷം കൊണ്ട് ഞങ്ങൾ ധാരാളം മാറ്റങ്ങൾ വന്നു ഞങ്ങളുടെ ജീവിതത്തിൽ. 2 വർഷം കൊണ്ടാണ് ഞങ്ങൾ GR-ൽ വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നല്ലൊരു ഞങ്ങൾ 18 വർഷമായി ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ടെങ്കിലും ഈ 2 വർഷം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിലും മാറ്റങ്ങൾ വന്നതും ഇത്തിരി കൂടി നിലനിന്നു. ഓക്കെ, ഫൈൻ, വെരി ഗുഡ്. നമ്മൾ ശരിക്കും പറഞ്ഞ ഈ ആത്മീയമായ പ്രാർത്ഥന, വിശുദ്ധ കുർബാന, കുദാശകളൊക്കെ പങ്കെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നയിക്കുന്നത് ഈ ദൈവവുമായിട്ടുള്ള സ്നേഹത്തിന്റെ ഐക്യം അതായിരിക്കുമ്പോഴാണ് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഇഫക്റ്റ് ഒക്കെ ഉണ്ടാവുന്നത്. ചിലപ്പോൾ നമ്മൾ നമുക്ക് സാമ്പത്തിക ഭദ്രത കൈവരാൻ, രോഗം മാറാൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ആത്മീയ ശുശ്രൂഷകളെ സമീപിക്കും. പക്ഷെ അങ്ങനെ സമീപിക്കുമ്പോൾ ഈ പറഞ്ഞ ഫലങ്ങൾ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അത് വേറൊരു തലമാണ്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു സൈഡ് ഇഫക്റ്റ് ആയിട്ട് കണ്ടിട്ട് ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ഒരു സ്നേഹത്തിലേക്ക് വരുന്നതാണ് ഒരു ആത്മീയ അനുഭവം. അതിനാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകളിലൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, ഫൈൻ. ഐ തിങ്ക് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നിങ്ങൾ 4 പേര് നന്നായിട്ട് പങ്കുവച്ചു. നമുക്ക് ഇനി ഈ ഒരു മാസം നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നെക്സ്റ്റ് ഡിസംബർ മാസം അവസാനം നമ്മൾ വീണ്ടും കാണുന്നത്. അപ്പൊ അത്രയും നാളത്തേക്കായിട്ട് നമുക്ക് ഒരു ആക്ഷൻ ഐഡന്റിഫൈ ചെയ്താലോ? അതായത് വിശുദ്ധരാവണം. വേണ്ടേ? വിശുദ്ധരാവണം. നമ്മൾ ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടെമ്പററി പീരീഡ്. നമുക്ക് ദൈവത്തോടൊപ്പമുള്ള ഒരു ജീവിതമാണ് നമ്മുടെ ലക്ഷ്യം. വിശുദ്ധി പ്രാപിക്കണം. നന്മയുടെ പൂർണ്ണതയിലേക്ക് ദൈവം സൃഷ്ടിച്ചത് എന്തിനാണോ അതിനകത്തേക്ക് വരണം. അപ്പൊ ഇപ്പൊ നിങ്ങൾ കുറെ വളർന്നിട്ടുണ്ട്. ഇനി നമുക്ക് വളരേണ്ടതായ ഒരു മേഖല ഐഡന്റിഫൈ ചെയ്യാം. വിശുദ്ധിയിലേക്ക് ഇനിയും വളരേണ്ടതായ ഏതെങ്കിലും ഒരു മേഖല.
നിങ്ങളുടെ ജീവിതത്തിൽ ഏതാണെന്ന് വെച്ചാൽ ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് അതിനകത്തേക്ക് വളരാൻ ഒരു സ്പെസിഫിക് ആക്ഷൻ ഈ മാസം ചെയ്യാം. അങ്ങനെ നമുക്കൊന്ന് ആലോചിച്ചാലോ? സോ നിങ്ങൾ കപ്പിളായിട്ട് തന്നെ ഒരു ആലോചന നടത്തുക. നമുക്ക് ഇനിയും വിശുദ്ധിയിൽ വളരാനായിട്ട് വാട്ട് വി നീഡ് ടു, നമുക്ക് എന്താ ഉള്ളത്, അതിനകത്തേക്ക് എങ്ങനെ എത്താം, ഒരു ആക്ഷൻ ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് അത് നമ്മൾ ഈ മാസം ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഓരോ വീക്കെൻഡിലും അല്ലെങ്കിൽ ഇത്ര ദിവസം കൂടുമ്പോൾ അതിനൊന്ന് റിവ്യൂ ചെയ്യുക, നമ്മൾ അങ്ങനെ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിലൊക്കെ. സിമ്പിൾ ആയിരിക്കും പാട്ട് പറയും. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞങ്ങൾ അങ്ങനെ ദൈവവചനം വായിക്കാറില്ലായിരുന്നു വെച്ചാൽ അതൊന്നും പ്രാവർത്തികമാക്കാൻ ഒരു ആഗ്രഹം. So every day we will be spending at least 5 minutes or 10 minutes to read the Bible together. സിമ്പിൾ. ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം. അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു സത്പ്രവൃത്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചില ഇപ്പോൾ നിങ്ങൾക്ക് പെരുമാറ്റുന്ന ദൂഷ്യങ്ങളുണ്ട്, പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകടനം, മക്കളോടൊക്കെ അരഗന്റായിട്ട് പെരുമാറുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും മേഖലകൾ, തിന്മയുടെ മേഖലകൾ, നമുക്ക് അതിന് വിട്ടു പോരണം. അതിന് പറ്റുന്ന ഒരു ആക്ഷൻ കണ്ടെത്തിയിട്ട് ചെയ്തു വെക്കാം. ഓക്കെ, വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ വേണ്ടതായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ക്ലിയർ ആണോ? അങ്ങനെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, പ്ലീസ്. എന്തായാലും നമ്മൾക്ക് ഈ ഒരു മണിക്കൂർ സമയം വിശുദ്ധിയിൽ വളരാൻ തന്നെ ദമ്പതികളായിട്ട് ഈ ഒരു ക്ലാസ് കേൾക്കാൻ ഇടവന്നത് തന്നെ അതിനൊരു വഴിയാകട്ടെ എന്ന് പ്രത്യാശിക്കാം. വളരെ ഫലപ്രദമായ രീതിയിൽ ദമ്പതികൾക്ക് എങ്ങനെ വിശുദ്ധിയിലേക്ക് വളരാമെന്ന് അക്കമിട്ട് കൃത്യമായ വിവരങ്ങൾ അച്ഛൻ നൽകി. നമുക്ക് ഇതിനൊരു ഈ ഒരു പ്രോഗ്രാമിന് ഒരു നന്ദി പറയുന്നതിനായിട്ട് ജോബി സെസ്ന ദമ്പതികളെ ക്ഷണിക്കുകയാണ്. ഗ്രേസ് റിപ്പിൾ ഫാമിലി ഹെയർ വിവാഹിതരുടെ വിശുദ്ധി എന്ന വിഷയത്തിന് ആസ്പദമാക്കി ദമ്പതികളായ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തമായ അറിവ് പകർന്നു തന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ അഗസ്റ്റിൻ കല്ലേലി അച്ഛന് ആദ്യമായി നന്ദി പറയുന്നു. ധാരാളം ദമ്പതികളുടെ പുനരുദ്ധാരണം അച്ഛനിലൂടെ സാധ്യമാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. Family episode Reverend Father Dr. Joseph Manavalan, Adrubada Coordinator Ruby Mejo, Secretary Aprem Shaini, Executive Members, Assistant Secretaries, Team 2 Members le MC Couples Jolly Laini, Prayer Conduct ചെയ്ത Francis and Rani, സ്വാഗതം ചെയ്ത സഞ്ജിത് ആൻഡ് ബിൻഷ എന്നിവരെയും ഇന്നത്തെ സെഷനിൽ പങ്കെടുത്ത GR-ലെയും MCC-ലെയും എല്ലാ ദമ്പതികൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു. നന്ദി അർപ്പിച്ച ജോബി സെസ്ന ദമ്പതികൾക്കും പ്രത്യേകം നന്ദി. ഇനിയൊരു സമാപന ആശീർവാദത്തിനായിട്ട് അച്ഛനെ ക്ഷണിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങയുടെ ത്രിത്വത്തിന്റെ രഹസ്യത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും പങ്കുകാരാക്കുന്ന സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾ ഇവിടെ ഗ്രേസ് റിപ്പിൾ ശുശ്രൂഷയുടെ ബാനറിൽ ഒരുമിച്ച് കൂടാനും അങ്ങയിലേക്ക് വളരാനുള്ള മാർഗങ്ങൾ പരിശോധിക്കുവാനും ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. നാഥാങ്ങ് നൽകിയ എത്രയോ സുന്ദരമായ ജീവിതമാണ് ഈ വിവാഹം. ഈ വിവാഹത്തിലൂടെ അങ്ങയെ പ്രാപിക്കാൻ കഴിയുമെന്നും വിശുദ്ധിയിലേക്ക് വളരാൻ കഴിയുമെന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു. നാഥ, ഈ ഭൂമിയിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിമോചിതരായി നന്മയുടെ പൂർണ്ണതയിലേക്ക് കടന്നു വരുവാൻ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങൾ ഇന്ന് കേട്ട ചിന്തകളുടെ വെളിച്ചത്തില് നാഥ ഒരു നല്ല തീരുമാനമെടുത്ത് ഈ ഒരു പുതിയ മാസത്തില് ഞങ്ങളുടെ വിവാഹ ജീവിതത്തെ കുറച്ചും കൂടി വിശുദ്ധിയുള്ളതാക്കി മാറ്റുവാൻ നീ കൃപ തരണമേ. കാനായിലെ കല്യാണ വിരുന്നിലേതുപോലെ നിന്റെ വചനത്തിന്റെ അഭിഷേകം നൽകി ഞങ്ങളുടെ ജീവിതങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ. കൂദാശയുടെ അഭിഷേകം നൽകി ഞങ്ങളുടെ ജീവിതങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ. സത്പ്രവർത്തികളുടെ അഭിഷേകം നൽകി ഞങ്ങളുടെ ജീവിതങ്ങളെ നീ സമ്പന്നമാക്കണമേ. പരിശുദ്ധാമേ, മാതാവേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഈ ശുശ്രൂഷയ്ക്കും ഈ കുടുംബങ്ങൾക്കും വേണ്ടി ബാധ്യസ്ഥം വഹിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ കേട്ടോ.